ദൈവത്തിന്റെ അതിമഹത്വമുള്ളതായ നാം അനുഗ്രഹീതമായ മനോഹര രാത്രിയിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിലും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എനിക്ക് കർത്താവ് കൃപ തന്നല്ലോ. ഇവിടെയുള്ള അനുഗ്രഹീത ദൈവദാസന്മാർ, പ്രിയ പാസ്റ്റർ വിൽസൺ കടവിൽ, ബിജു പാസ്റ്റർ, സോണി പാസ്റ്റർ, ഇവിടെയുള്ള ബഹുമാന്യ ദൈവമക്കൾ, കാലികരിയിൽ നിന്ന് വന്ന ദൈവമക്കൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ആത്മീകമായ സന്തോഷവും ദൈവികമായ വിടുതലും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലൊക്കെ വലിയ വിടുതൽ കർത്താവ് പകരുന്നത് കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമുക്കിടയാക്കി. ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചിലരുടെ ഉള്ളിലുണ്ടായിരുന്നപ്പോഴൊക്കെ വാക്യം വായിച്ചപ്പോൾ ഛർദ്ദിച്ച് പുറത്തുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ദൈവം എത്ര നല്ലവനാണ്. വചനം അതിന്റെ ശക്തിയോടെ വെളിപ്പെട്ടാൽ ബാക്കിയെല്ലാം വചനം ചെയ്തു. നമ്മളായിട്ടൊന്നും ചെയ്യാം. നമ്മൾ ആ വചനം അങ്ങ് പറഞ്ഞാൽ പ്രൈസലോ. ഞാൻ 97 കുവൈത്തിൽ ഷെറാട്ടൻ സാമങ്കൽ എന്ന് പറയുന്ന അനുഗ്രഹീത ദൈവദാസന്റെ സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് അവസരം ലഭിച്ചു. ഞാൻ ദുബൈയിലെ വളരെ തിരക്കുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുവൈറ്റിലെടുത്ത വിസയുടെ കാലാവധി നാളെ തീരുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ ഇറങ്ങണം. അപ്പം ഞാൻ നല്ല തിരക്കുള്ള ദുബൈയിലെ ശുശ്രൂഷ വിട്ട് പെട്ടെന്ന് ദുബൈയിലേക്ക് കുവൈറ്റിലേക്ക് വണ്ടി കയറി. കുവൈറ്റിൽ ചെന്നിറങ്ങി എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ചെന്നു. ആ മോനും അവൻ്റെ ഭാര്യയും 3 പൊടിക്കുഞ്ഞുങ്ങൾ, ഒന്ന് ഇരട്ടയാണ്, 1 വയസ്സ് വ്യത്യാസത്തിൽ അതിൻ്റെ ഇളയ മോന്. ആകെ 2 മുറിയുണ്ട്. ഞാൻ അതിനകത്ത് പോയി ഇരുന്നു. 10 ദിവസം എനിക്ക് മീറ്റിംഗ് ഇല്ല. ഞാനവിടുത്തെ കർത്താവിധത്വമായി കാണിച്ചു. ഞാൻ ദുബൈയിലെ ഒരു മിനിറ്റ് റെസ്റ്റില്ലാതെ പകലും വൈകിട്ട് ഒരുപോലെ തിരക്കുള്ള ശുശ്രൂഷ. രാത്രി സ്നാനപ്പെടാൻ തീരുമാനിച്ചവരെ രാത്രി കടലിൽ കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, രാവിലെ അങ്ങനെയൊക്കെയുള്ള തിരക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഈ കൊച്ചു പുള്ളിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുക. ആരോടും മിണ്ടാനാ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് 10ാമത്തെ ദിവസം രാവിലെ എൻ്റെ ദുബൈയിലുള്ള നമ്പർ കിട്ടി ഡയറി ചുമ്മാ മറിച്ചപ്പോൾ കൊച്ചിരാജു എന്ന് പറഞ്ഞ ഒരു ബ്രദറിൻ്റെ നമ്പർ എൻ്റെ. അപ്പം ഞാൻ ആ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഞാനിങ്ങനെ ഈ വീട്ടിലുണ്ട്, ഞാൻ 10 ദിവസമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, പ്രോഗ്രാമൊന്നും അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയില്ല. പറഞ്ഞു പാസ്റ്ററെ ബെച്ചിച്ചറക്കാരി ഒരു രമണി ഇവിടെയുണ്ട്. അപ്പോൾ ആ പേര് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഹൈന്ദവ സ്ത്രീ വല്ലതായിരിക്കും എന്ന് ഞാൻ രമണി എന്നുള്ള പേര് കേട്ടു. അപ്പോൾ നമ്പർ തരാൻ പറഞ്ഞു. വെച്ചിറക്കാരിയാണല്ലോ. ഞാനൊന്ന് വിളിച്ചു MLA പാപ്പച്ചാൻ്റെ മോളെ രമണി. അവിടെ ഞാൻ ഒന്നിച്ച് പഠിച്ചത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ പേര് ആദ്യം കേട്ടപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിലും സംസാരിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഇതാ ഞാൻ വണ്ടി വിടുക, ഇപ്പോൾ ഇവിടെ വരണമല്ലോ. അപ്പം എനിക്ക് സന്തോഷമായി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പം ഞാൻ ആ വണ്ടിയെ കയറി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഈ രമണിയുടെ ഭർത്താവ് അനിയച്ച ഈ തൊണ്ടയുടെ ഗ്ലാൻഡ് മുഴുവൻ പഴുത്തിട്ട് 3 ദിവസമായി ഉമ്മടി ഇറക്കി. സംസാരിക്കാൻ വയ്യാതെ മുറിച്ചു മൂടി പെരുക്കാതിരിക്കുക. സ്തോത്രം. ഞാനങ്ങോട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ കർത്താവ് ഇപ്പം സൗഖ്യമാക്കാൻ പറഞ്ഞു. കഥലോട് കൈവച്ച് പ്രാർത്ഥിച്ചു. പുള്ളി ഒരു വാഷ് ബേസിൽ നിറച്ച് കാപ്പും പൈപ്പും എല്ലാം കൂടെ ചേർന്ന് രക്തസേത കൊണ്ട് ഛർദ്ദിച്ചു. അദ്ദേഹത്തിന് വിടുതലായി. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഒറ്റ വിളി വിളിച്ചൊരു 10-40-50 വീടുകൾ. അന്ന് രാത്രി ഒരു യോഗം, പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇല്ലാത്ത യോഗം അന്ന് രാത്രി ഉണ്ടായി. അവരുടെ വീട്ടിൽ ചെറാട്ട സാമകൾ സഹിതം ആ വീട്ടിൽ യോഗത്തിനായിട്ട് വന്നു. ഞാൻ എഴുന്നേറ്റ് വചനം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഒരു സഹോദരി ഒരു അലറിച്ചുകൊണ്ട് കൈ 2 കൊണ്ട് നീട്ടി, കാല് നീട്ടി ഈ പമ്പരം കറങ്ങുന്ന ഈ വീടിനകത്ത് ഉള്ളത്. അവൻ ഈ രമണിയുടെ വീട് അല്പം വലിപ്പമുള്ള വീടാണ്. അതിൻ്റെ ആ മുകളിൽ നിറഞ്ഞ് ടൈറ്റ് ആളിരിക്കുക. അന്നേരം ജനമെല്ലാം പേടിച്ചാൽ എഴുന്നേറ്റു. ഇവൾ അലറി അങ്ങോട്ട് ഉരുണ്ടപ്പോൾ അപ്പുറത്ത് വേറൊരു സഹോദരനും അലറി. 2 കൂടെ ഉരുളാൻ തുടങ്ങി, കാറാൻ തുടങ്ങി. ഞാൻ സാമഗ്രം എഴുതേറ്റ്. ഞാൻ പറഞ്ഞു, ഇവിടേക്ക് എല്ലാവരും ഇരുന്നേ, നമ്മളാരും കൈവച്ചിളക്കിയതൊന്നും അല്ലല്ലോ.
നമ്മൾ വചനം പറഞ്ഞല്ല ഉള്ളൂ. വചനം പറഞ്ഞ് ഇളകിയ പിശാചാണെങ്കിൽ അതിന്റെ ബാക്കിയെല്ലാം വചനം ചെയ്തോളൂ. നമ്മൾ തലയെ കൈവച്ച് ഇളകട്ടെ എന്നൊക്കെ പറഞ്ഞു വല്ല ഇളകിയാണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്താൽ മതിയല്ലോ. സ്തോത്രം. എല്ലാവരും പിടിക്കാൻ പറഞ്ഞു, ആരാധിക്കാൻ പറഞ്ഞു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയി പിശാചിനെ തൊടാമെന്നും പോയി. സ്തോത്രം. വചനം അതിന്റെ ശക്തിയോടെ കൊണ്ട് വെളിപ്പെട്ടപ്പോൾ ഈ രണ്ടെണ്ണം പൂർണ്ണ തോതിൽ വെളിപ്പെട്ട് രണ്ടും ഇവരെ വിട്ടുപോയി. സ്തോത്രം. ഇവർക്ക് 13 വർഷമായിട്ട് മക്കളില്ല. ഭാര്യയും ഭർത്താവ് ഇളയേക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ലല്ലോ, ഇത് ഭാര്യയും ഭർത്താവാണ്. 13 വർഷമായി മക്കളില്ലാത്ത ഒരു കുടുംബത്തിനാണ് ഈ പിശാച് ബന്ധിച്ച കെട്ട് വചനം പറഞ്ഞപ്പോൾ ഇളകി. സ്തോത്രം. അന്ന് രാത്രി സ്വർഗം ആ കെട്ടഴിച്ചു. ദൈവം അവരുടെ തലമുറയെ കൊടുത്തു. പിന്നീട് ഞാൻ അവിടെ പോയി ആ തലമുറയെ കണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ആഹാരവും കഴിച്ചു. അവരെ അനുഗ്രഹിപ്പാൻ ഇടയായിട്ട്. സ്തോത്രം. അപ്പൊ ഞാൻ ഓർപ്പിച്ചത്, ദൈവവചനം അതിന്റെ ശക്തിയോടെ വെളിപ്പെട്ടാൽ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. വചനം അതിന്റെ ക്രിയകൾ ഏതൊക്കെ തലങ്ങളിൽ ചെയ്യണോ അതവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം അപ്പൊ നാം ഇന്നലെ ദൈവവചനത്തിന്റെ ശക്തി അറിയണം. നിങ്ങൾ ശ്രദ്ധിച്ച്, യെഹെസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം പരിശുദ്ധാത്മാവിൽ തട്ടി ഉണർത്തി പറഞ്ഞ്, യെഹെസ്കേലേ നീ താഴ്വരയിലേക്ക് ചെല്ലണം, താഴ്വരയിലേക്ക് ചെല്ലണം. യെഹെസ്കേൽ ദൈവാത്മാവിൽ താഴ്വരയിൽ ചെന്നപ്പോ കണ്ട കാഴ്ച അനവധി അസ്ഥികൾ, ആയിരക്കണക്കിന് ആളുകളുടെ അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്. ഒന്നിനോടൊന്ന് ബന്ധമില്ലാതെ വളരെ ഉണങ്ങിയ അസ്ഥികൾ, വളരെ ഉണങ്ങിയ അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്. ഈ അസ്ഥിയുടെ നടുവിൽ കൊണ്ടുള്ള ചുറ്റി നടക്കാം. ചുറ്റി നടന്നതിനെല്ലാം ഈ പ്രവാചകനെ ദൈവാത്മാവ് എന്ത് ചെയ്തു? കാണിച്ചു ചോദിച്ചു, പ്രവാചക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കും. പ്രവാചകൻ പറഞ്ഞ, എന്റെ ദൈവമേ, അങ്ങക്കറിയാം, എനിക്കറിയാം, ഈ അസ്ഥി ജീവിക്കുമെന്ന് ചോദിച്ചാൽ. സ്തോത്രം. ദൈവത്തിന്റെ മറുപടി, നീ ഈ അസ്ഥികളോട് വചനം പ്രസംഗിക്കാം. പ്രവാചകൻ നിർജീവമായി കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികളോട് വചനം പ്രവചിക്കാൻ തുടങ്ങി. സ്തോത്രം. ചിതറിക്കിടന്ന അസ്ഥികൾ അസ്ഥിയോട് യോജിക്കാൻ തുടങ്ങി. സ്തോത്രം. മീതെ ഞരമ്പുകൾ വരാൻ തുടങ്ങി. മീതെ മാംസം വന്ന് പൊതിയാൻ തുടങ്ങി. അതിന്റെ മീതെ ത്വക്ക് വന്ന് പൊതിയാൻ തുടങ്ങി. ആ കണ്ണ്, മൂക്ക്, ചെവി, വായ്, നാക്ക്, ഹാർട്ട്, ലിവർ, ലങ്സ്, പാൻക്രിയാസ്, കിഡ്നി എന്ന് വേണ്ട എന്തൊക്കെ ഈ ശരീരത്തിൽ വേണോ അതെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. ഇതൊന്നും പ്രവാചകൻ ആർട്ടിഫിഷ്യലായിട്ട് പിടിപ്പിച്ചില്ല. പ്രവാചകൻ ഈ അസ്ഥിയെ തൊട്ടില്ല. ഉണ്ടാകട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞില്ല. ഇപ്പോൾ ഞരമ്പുണ്ടായി വരട്ടെ, പിന്നെ മാംസം ഉണ്ടായി വരട്ടെ, പിന്നെ ത്വക്ക് പൊതിയട്ടെ എന്നാര് പറഞ്ഞില്ല. പ്രവാചകൻ എന്തേ പറഞ്ഞുള്ളൂ? വചനം പറഞ്ഞതേ ഉള്ളൂ. എല്ലാരും ഇവിടെയാണ്. പ്രവാചകൻ വചനം പറഞ്ഞതേ ഉള്ളൂ. വചനം പറഞ്ഞപ്പോൾ എന്തൊക്കെ ഇന്നലകളിൽ ശത്രു അപകരിച്ചു കൊണ്ടുപോയോ, ദുഷ്ടമൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ കടിച്ച് പറിച്ചു കൊണ്ടുപോയോ, അതിന്റെ എല്ലാം നഷ്ടപ്പെട്ട നന്മകൾ, ആ ശൂന്യതകളെല്ലാം വചനത്താൽ നിവർത്തിക്കപ്പെട്ട് വചനം പറഞ്ഞു തീരുമ്പോൾ ചിതറിക്കിടന്ന അസ്ഥിയല്ല കണ്ടത്, ഷെയ്പ്പ്ലെസ്സായ ബോഡിയല്ല കണ്ടത്, ഷെയ്പ്പുള്ള നിഗതന്മാർ. ഇന്ന് രാത്രി വചനത്തിന് സൃഷ്ടിക്കാൻ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നിൽ നിന്ന്, നിന്റെ മൺകൂടാരത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് ഇന്നലകളിൽ പിശാച് എന്തെല്ലാം അപകരിച്ചുവോ അതെല്ലാം ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ, പ്രവാചക, ഇനി കാറ്റിനോട് പ്രവചിക്കാം. പ്രവാചകൻ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ 4 ദിക്കിൽ നിന്നും കാറ്റ് ഈ നിഗതന്മാരുടെ മേൽ ഊതി. സ്തോത്രം. അപ്പോൾ ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭയോട് ഞാൻ ഒരു ദൂത് പറയുന്നു. നീ വചനം വിശ്വസിക്കാൻ തയ്യാറായ ഈ സഭ ഒരു സൈന്യമായി നിൽക്കാൻ പോകുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ അല്പനിമിഷങ്ങൾ ദൈവ വചനത്തിന് മുമ്പിലായിരിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ അല്പ നിമിഷങ്ങളിൽ ചിന്തയ്ക്കാധാരമായി നമുക്ക് വായിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു? കേട്ടിട്ട് മത്സരിച്ചവർ മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു പോകുന്നവരെല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രൂദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ആണയിട്ടത് അനുസരണം കേട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധാനം അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണാം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം. മലയാളികളായ നമുക്കൊരു കുഴപ്പമുണ്ട്. ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കത്തില്ല. അതിന്റെ വൃത്തികേട് ഞാൻ ഒരു നിമിഷം ഒന്ന് കണ്ണു തുറന്ന് അടച്ചോ. പണ്ട് ക്രിസോസ്റ്റം തിരുമേനി പ്രാർത്ഥിച്ചതുപോലെ അദ്ദേഹം ഒരു സർവമത പ്രാർത്ഥനയ്ക്ക് മദ്രാസിൽ പോയി. അവിടെ ചിന്മയാനന്ദ സ്വാമിയൊക്കെ ഉള്ള കാലത്താണ്. അപ്പോൾ അവർക്കെല്ലാം ഒന്ന് ചൂണുണ്ട്. ഊണിൻ്റെ സമയമായപ്പോൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചിട്ടേക്ക് അരിച്ചിട്ടുള്ളെന്ന് ഈ ചിന്മയാനന്ദ സ്വാമിക്ക് അറിയാവുന്ന കൊണ്ട് അദ്ദേഹം പറഞ്ഞ് നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി ഇപ്പോൾ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം നോക്കിപ്പോൾ ഇത് സർവ്വമത പ്രാർത്ഥന, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിച്ച് കഴിക്കാമെന്ന് അറിയത്തില്ല, പകുതി പേരും കഴിക്കും. അപ്പോൾ ഇതിന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അദ്ദേഹം പ്രാർത്ഥിച്ച് കർത്താവ് ഭൂരിപക്ഷം പേരുടെ വായിലും ന്യൂനപക്ഷങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആഹാരത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞവരെ കണ്ണ് അടച്ചവർ തുറക്കുക, അല്ലാത്തവർ തുറന്നു തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നലെ രാത്രി ഞങ്ങൾ TV ലൈവായിട്ട്, TV അല്ല, ഈ എൻ്റെ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടന ശുശ്രൂഷ, സമർപ്പണ ശുശ്രൂഷ ലൈവായിട്ട് കണ്ടപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പാസ്റ്റർമാർ സഹിതം ഭൂരിപക്ഷം പേര് കണ്ണു തുറന്നു. അത് ഞാൻ TV കണ്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. നിങ്ങൾ അതിൻ്റെ ഇത് കിട്ടുവാണെങ്കിൽ നോക്കണം. അതാ ഭയങ്കര പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി. പ്രാർത്ഥിക്കുന്ന ആൾ മാത്രമേ കണ്ണടച്ചു. അപ്പൊ ഞാൻ അന്നേരം വിചാരിച്ചു നിങ്ങളോട് അതൊന്ന് പറയണമെന്ന്. കാരണം നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള കണ്ണെല്ലാവരും അടയ്ക്കും. ആ അടച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങ് സംഭവിക്കും. അത്രയും നേരത്തെ അത് കാണേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. എന്തിനാ കണ്ണടയ്ക്കുന്നത്? ദൈവസന്നിധിയിൽ ഏകാഗ്രത കിട്ടാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, തങ്കൽ ഏകാഗ്രചിത്തന്മാരായവർക്ക് വേണ്ടി യഹോവ തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്തെല്ലാം സംഭവം നടന്നാലും നീ കണ്ണടച്ചങ്ങ് പ്രാർത്ഥിക്കും. അതൊരു ശീലമാണ്. ഒന്ന് പ്രാർത്ഥന ശീലമാക്കണം. രണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമാണ്. പ്രസംഗിക്കുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നത് നമുക്കുള്ള കുഴപ്പം പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് തുറന്നുവരിക്കും, പ്രസംഗിക്കുമ്പോൾ കണ്ണ് അടച്ചിരിക്കും. അതുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആരും കണ്ണടയ്ക്കുന്നത്, നൈറ്റ് ചെയ്ത് വന്നാലും കണ്ണടയ്ക്കുന്നത്, കണ്ണ് തുറന്നിരുന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവദാസൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമെന്ന് പറയേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ കണ്ണും എന്ത് ചെയ്യണം? അതായത് നല്ല കർത്താവേ, നിന്റെ ദാസനും നിന്റെ ദാസന്മാരും ഈ സഭയും ഈ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മുതൽ പൂർണ്ണമായ ഉപവാസത്തോടെ പാതപെടുമായിരിക്കും. നിന്റെ മക്കളുടെ കൂടെ വന്ന് അടിയനും ഭാഗികമായിട്ട് ഉപവസിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ഏഴയുടെ പക്കൽ അങ്ങ് ഏൽപ്പിച്ച വചനത്തിന്റെ വെളിപ്പാടുകൾ അങ്ങയുടെ ജനവുമായി ഷെയർ ചെയ്യുവാൻ കൃപ തന്നു. കേട്ട വചനങ്ങൾ അവർക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. ഇന്ന് രാത്രി ഞങ്ങളോട് പിന്നെയും സംസാരിക്കണം. അങ്ങയ്ക്ക് എന്തൊക്കെ ചെയ്യുവാനുണ്ടോ അതെല്ലാം ഇന്ന് രാത്രി അങ്ങ് ചെയ്യണം. തടസ്സമായി നിൽക്കുന്ന സകല പോരുകളെ അങ്ങ് ശാസിക്കണം. ജനത്തെ ഏകാഗ്രതയോടെ ഇരുത്തണം. മുഴുവൻ മഹത്വം അങ്ങ് എടുക്കണം. ഏഴയും താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? എന്തോ ആമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാസ് പ്രാർത്ഥിച്ച ആ വിഷയം അത് അങ്ങനെ തന്നെ. ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചത് അത്രേ ഉള്ളൂ. അപ്പൊ ആമീൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം? നമുക്കിതെല്ലാം അങ്ങ് ഷോർട്ടേജ് ആയി. ഇപ്പൊ ആമീൻ പറയത്തില്ല, അങ്ങനെയൊക്കെ അതെല്ലാം ഒന്ന് മാറണം. നമ്മളെ കണ്ട് ഒരു സമുദായസ്ഥരായ ജാതീയനായ ഒരു വ്യക്തി ആരാധനയ്ക്ക് വന്നാൽ നമ്മുടെ ഭയം, നമ്മുടെ ഭക്തി, നമ്മുടെ പ്രാർത്ഥനയൊക്കെ അവർ കാണും. അവർ കാണുമ്പോഴാണ് വാസ്തവമായിട്ട് ഇവരുടെ ഇടയിൽ ദൈവമുണ്ടെന്ന്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. വായിച്ച വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വായിക്കും. 14 മുതൽ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇല്ലെങ്കിലോ? ശ്രദ്ധിച്ചേ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിന്റെ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അപ്പൊ ക്രിസ്തുവിന്റെ പങ്കാളിത്തത്തിന്റെ ഏക മാധ്യമം എന്തുവാ? വിശ്വാസം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നു. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ വിശ്വാസമുള്ളവനായിരിക്കണം. എന്തുവാ വിശ്വസിക്കണ്ടേ? എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. എല്ലാരും ഒന്ന് പറഞ്ഞേ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഒന്നാമത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. 2, തന്നെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം. 2 കാര്യം വിശ്വസിക്കണം. ശ്രദ്ധിച്ച, 1, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അതെന്തൊരു ശക്തമായ വിശ്വാസമാണ്. എനിക്കൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ പ്രാർത്ഥന കേൾക്കുന്ന, എന്റെ നിലവിളി ശ്രദ്ധിക്കുന്ന, ഹല്ലേലൂയ, എന്നെ സഹായിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലെ ഭയം മാറുന്ന കാര്യമാണ് എനിക്കൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജിലേക്ക് പ്രവേശിക്കും മുമ്പേ ഇവിടെ ഇരിക്കുന്ന ഏതൊരു ചെറിയതോ വലുതോ ആയ വ്യക്തി വിശ്വസിക്കേണ്ട കാര്യം, എന്നെ ആരെല്ലാം കൈവിട്ടാലും, എന്നെ ആരും സഹായിച്ചില്ല,
ജയിച്ചില്ലെങ്കിലും ഇനി എന്റെ വശത്തോടെ 1000 പേരും എന്റെ വലതുവശത്തിൽ 10,000 പേര് എനിക്കെതിരായിട്ട് വന്നാലും അതിന്റെ നടുവിൽ എന്നെ നിർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രി എന്റെ കൂടെ പിറപ്പെ പ്രശ്നം എന്തുമാകട്ടെ, രോഗം എന്തുമാകട്ടെ, നീ അങ്ങ് ഐശ്വര്യ കിടക്കുന്ന കേസാകട്ടെ, അവിടെ നിന്നെ ബലപ്പെടുത്തേണ്ടത് മറ്റൊന്നല്ല, എനിക്കൊരു ദൈവമുണ്ട്. ഈ പ്രശ്നത്തിൽ എനിക്ക് ജയം തരുന്ന, ഈ പ്രതികൂലത്തിൽ എന്നെ വിടുവിക്കുന്ന, ഈ കഷ്ടതയിൽ എന്നെ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഒരു പക്കലുറപ്പുണ്ട്. 2, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് ചെയ്യണം. നിങ്ങൾ മറ്റേത് ലേഖനങ്ങൾ വായിക്കുന്നതിനെക്കാട്ടില് ഈ എബ്രായ ലേഖനം വായിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. അതിന്റെ 1-ാമത്തെ വാക്യം തന്നെ വളരെ ശ്രദ്ധേയമാണ്. 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം ഒന്നെടുത്ത് വായിച്ചില്ലേ? ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ, ആരെ താൻ? പുത്രനെ പിതാവ് സകലത്തിനും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ശ്രദ്ധിക്കണേ, എഴുത്തുകാരെ തുടങ്ങുക. ഈ പുസ്തകത്തിൽ എത്ര പുസ്തകമുണ്ട്? 66 പുസ്തകം. 66 പുസ്തകത്തിൽ ദൈവം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ. അത് എബ്രായ ലേഖനം. സ്തോത്രം. ബാക്കിയുള്ള 65 പുസ്തകത്തിൽ തുടങ്ങുമ്പോൾ ദൈവം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകം പോലും തുടങ്ങുന്നത് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞ ഡയറക്റ്റ് ദൈവം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുന്ന ഏക പുസ്തകമായത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കണം. സ്തോത്രം. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ സമയത്തെ കാലത്തെ എഴുത്തുകാരൻ 2 പേരിട്ടു. 1 പണ്ട്, 2 അന്ത്യകാലം. മുഴുവൻ സമയത്തെ 2 എന്നിട്ട് ഒരു സമയത്തിന് പേരിട്ടത് പണ്ട്, 2-ാമത്തെ സമയത്തിന് പേരിട്ടു ഈ അന്ത്യകാലം. എന്നിട്ട് താൻ പറയണം, പണ്ട് ദൈവം പണ്ട് നമ്മുടെ പിതാക്കന്മാരോട് കുറേച്ച ഭാഗമായി നേരിട്ട് പറഞ്ഞില്ല, പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം ഏറ്റവും സ്നേഹിച്ച ഒരു മനുഷ്യൻ പഴയ നിയമത്തിലുണ്ടാരാ? അബ്രഹാമുണ്ട്. അത് കഴിഞ്ഞാൽ എന്റെ പ്രിയ പുരുഷ എന്ന് വിളിച്ച ഒരാളുണ്ട്, ദാനിയേലാണ്. അപ്പൊ ദൈവം വളരെ സ്നേഹിച്ച ആളാണ് ആര്? ദാനിയേൽ. എനിക്ക് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന ദാനിയേലിനെ വിളിച്ചേക്കും. അപ്പൊ ദാനിയേലിനെ ദൈവം കുറെ കാര്യങ്ങളുണ്ട് വെളിപ്പെടുത്തിയപ്പോൾ കുറെ കൂടെ അറിയണമെന്നൊരാഗ്രഹം. അപ്പൊ ദാനിയേൽ ചോദിച്ചു, കർത്താവേ അതിന്റെ വാക്യം എന്തുവാ? അപ്പൊ തമ്പുരാൻ പറഞ്ഞു, പോയി വിശ്രമിച്ചോ. ചോദിച്ചതിന് മറുപടി പറയാ, പോയി വിശ്രമിച്ചോ, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വന്നു. അർത്ഥം നീ ഇത്രേ അറിഞ്ഞാ മതി. മനസ്സിലായില്ലേ? പ്രിയ പുരുഷനൊക്കെയാ. പക്ഷേ നിന്റെ കാലഘട്ടത്തിൽ ലഭിക്കുന്ന വെളിപ്പാട് എന്നെ കുറിച്ച് ഇതുവരെ ഉള്ളൂ. നീ ഇത്രേ അറിഞ്ഞാ മതി. അപ്പൊ പണ്ട് ദൈവം ദാനിയേൽ ഉൾപ്പെടെ സകലയാൾക്ക് കുറേച്ച ഭാഗമായി അതാത് കാലഘട്ടത്തിൽ വേണ്ടത് അതാത് കാലഘട്ടത്തിന് വേണ്ടി കൊടുത്തു. എന്നാൽ 2-ാമത്തെ കാലം, ഈ അന്ത്യകാലത്ത് നമ്മളോട് സംസാരിച്ചത് പ്രവാചകന്മാരിൽ കൂടല്ല. സ്വന്തം പറഞ്ഞില്ല, ഭാഗമായിട്ടല്ല. നല്ല സ്വന്തം പറയണം.
കുറേച്ചയല്ല. Praise the Lord. പുത്രൻ മുഖാന്തരം എന്തൊരു വാക്യമാണ്. ശ്രദ്ധിച്ച വാക്യം ശ്രദ്ധിച്ചേ. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. എന്നിട്ട് അരുളി ചെയ്തവനെ, നമ്മോട് അരുളി ചെയ്തവനെ സകലത്തിനും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം നീ കാലുകുത്തി നിൽക്കുന്ന ലോകത്തെ ഉണ്ടാക്കി. എന്തുവാ എഴുത്തുകാരൻ എഴുതി വരുന്നത് മനസ്സിലായോ? വായിക്കുന്ന എന്റെ ലേഖനം വായിക്കുന്ന ആളെ, നീ ഒരു കാര്യം അറിയണം. പണ്ട് പറഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ മൂക്കിൽ കാലാകാലങ്ങളിൽ നാട്ടുകാർ പഞ്ഞി തിരികെ കയറ്റി. ഹലോ, പേടിയില്ലല്ലോ. കേട്ട പിതാക്കന്മാരുടെ മൂക്കി പഞ്ഞി വെച്ചു. കേട്ട പിതാക്കന്മാര് ജീവിച്ചിരിപ്പില്ല, പറഞ്ഞ പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല. എന്ന അന്ത്യകാലത്ത് നമ്മോട് പറഞ്ഞവന്റെ മൂക്കിലാരും പഞ്ഞി വെച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ അവൻ ജീവിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഈ അന്ത്യകാലത്ത് നിന്നോട് അരുളി ചെയ്തവൻ ഇന്ന് രാത്രി ജീവിച്ചിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മോട് അരുളി ചെയ്തവർ ഇന്ന് രാത്രി പിതാവിന്റെ മഹിമയുടെ വലഭാഗത്ത് തേജസ് വാരി ഉടുത്ത് ഇങ്ങനെ ജീവിച്ചിരിക്കുക. സ്തോത്രം. നിങ്ങൾ അവരെ ശ്രദ്ധിച്ചേ. മാറത്ത് പൊൻകച്ച, ഉളിയിൽ ഊതി പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാലൻ, നിലയങ്കി ധരിച്ച് നിലവിളക്കിന്റെ നടുവിൽ 7 പൊന്നസ്ത്രങ്ങൾ കയ്യിലേന്തി, ഒരു കയ്യിൽ മരണത്തിന്റെ താക്കോൽ, സ്വതന്ത്രം പറഞ്ഞില്ല, മറ്റേ കയ്യിൽ പാതാളത്തിന്റെ താക്കോൽ. വായിക്കുന്ന നിന്നോട് പറയാണ്, കുഞ്ഞെ ഞാൻ ജീവിച്ചിരിക്കുക. നിന്റെ മരണം നിശ്ചയിക്കുന്ന പിശാചിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. ഇത് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലാക്കുന്നത് എനിക്കറിയത്തില്ല. സ്തോത്രം. ലേഖനകർത്താവ് പറയാണ്, പണ്ടത്തെ പ്രവാചകന്മാരും പിതാക്കന്മാരും ഒക്കെ പറഞ്ഞത് ദൈവമല്ല, പ്രവാചകന്മാരിൽ കൂടെ പറയുമായിരുന്നു. എന്നാൽ അന്ത്യകാലത്ത് നമ്മോട് പുത്രൻ മുഖാന്തരം. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്ക വരുന്ന ഒരു കാര്യം അറിയണം, ദൈവമുണ്ട്. മനസ്സിലായോ? പിന്നെ നീ വീട്ടിൽ പോയി നിങ്ങൾ ഇത് വായിക്കുമ്പോൾ അടുത്ത കാര്യം, നമ്മോട് പറഞ്ഞവൻ ആരാണ്? ബാക്കി മൊത്തം അധ്യായം മനസ്സിലായില്ലേ? നമ്മോട് അരുളി ചെയ്തവൻ ആരാന്ന് 3-ാമത്തെ വാക്യം തുടങ്ങുകയാണ്. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ ആലയത്തെക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ ശലോമോനേക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ പഴയ നിയമ ആരാധനയേക്കാൾ ശ്രേഷ്ഠനാണ്. ഇന്ന് രാത്രി ആ ശ്രേഷ്ഠൻ ഏത് ശ്രേഷ്ഠനാണ്? പ്രവാചകന്മാരെക്കാൾ, പുരോഹിതന്മാരെക്കാൾ, ഓ ശലോമോനേക്കാൾ, ദൂതന്മാരെക്കാൾ, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠനായവൻ ഇന്ന് രാത്രി എനിക്ക് ദൈവമായിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. പിതാക്കന്മാരും പറഞ്ഞ പ്രവാചകനും മരിച്ചു, മരണത്തിന് കീഴ്പ്പെട്ടു. പക്ഷെ എന്നോട് പറഞ്ഞവൻ മരണത്തെ ജയിച്ചു. മരണത്തെ ജയിച്ച് കല്ലറയെ നമുക്കൊരു നല്ല സ്വപ്നം പറയാം. നിന്റെ യേശു ജീവിക്കുക. പുതിയ നിയമ വിശ്വാസികളുടെ വലിയ പ്രത്യാശ, ഒരു മരിച്ച ദൈവത്തെ അല്ല ആരാധിക്കുന്നത്,
ജീവിക്കുന്ന ദൈവം. അപ്പൊ ഇന്ന് രാത്രി ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയണം, കുഞ്ഞെ നീ പറഞ്ഞോടാ, നീ പറഞ്ഞ വചനത്തെ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, വീര്യപ്രവൃത്തിയിലൂടെ ഉറപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കും. മനസ്സിലായില്ല? ഉപദേശി, നീ പ്രസംഗിച്ചോ, വചനം തന്റെ അടുത്തോടെ പറയുന്ന വചനത്തെ ഉറപ്പിക്കാൻ, ഒരു അത്ഭുതത്തിൽ കൂടെ ഉറപ്പിക്കാൻ, ഒരു അടയാളത്തിൽ കൂടെ ഉറപ്പിക്കാൻ, ഒരു വീര്യപ്രവൃത്തി ഉറപ്പിക്കാൻ നീ പറയുന്ന വചനത്തിന്റെ ഉടമസ്ഥൻ ജീവിച്ചിരിക്കുക. അപ്പോ ഒന്ന്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം. ആ ദൈവം ജീവനുള്ള ദൈവം എന്ത് ചെയ്യണം? 3, ഞാൻ ആവശ്യപ്പെടുന്ന കാര്യമെല്ലാം നിവർത്തിച്ചു തരാൻ മതിയായ ദൈവമാണ് വിശ്വസിക്കണം. ആ വിശ്വാസം അവസാനത്തോളം. എന്നാ അവസാനത്തോളം? ഹല്ലേലൂയ. അവസാനത്തോളം എന്ന് പറയുമ്പോൾ 1-2 അർത്ഥം ഞാൻ പറയാം വേഗത്തിൽ, എന്റെ കൊച്ചു കുത്തിക്കാതെ. നിങ്ങൾ എന്നെക്കാളും ബുദ്ധിയുള്ളവരും ശ്രേഷ്ഠന്മാരും വിദ്യാഭ്യാസം കർത്താവ് വെളിപ്പാട്. സ്വത്രം അബ്രഹാമിനോട് പറഞ്ഞു, മക്കളെ തരാം. ഒരു 86 വർഷം വരെ നോക്കി. 86 വയസ്സ് വരെ ആയപ്പോൾ സാറ പറഞ്ഞു, അച്ഛാ നമുക്ക് ഈ പരിപാടി നടത്താം. ഇങ്ങനെ നാട്ടിൽ വരുന്ന ഉപദേശിമാരൊക്കെ ഇങ്ങനെ പറയും പിള്ളേരുണ്ടാകുന്നത്, അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കുന്നത്. 86 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ്, എനിക്കിങ്ങനെ പ്രമാദിയുടെ പുറകെ ഒരു കാര്യം. സ്വതന്ത്രം ഇത് നമ്മുടെ മിസ്ലൈമിൽ കൊണ്ടുവന്ന ദാസ്യം ഉണ്ടല്ലോ, നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡിസിലിന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നു. ഡിസിലിന് പോയപ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ ക്ഷാമം ഇവിടെ ഉണ്ടായി. കനാലിൽ പുള്ളി പറഞ്ഞ് ഇപ്പം മിസ്ലൈമിൽ ചെന്നാൽ ധാന്യം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ കൊണ്ടുവന്ന. സ്വതന്ത്രം അപ്പം നമ്മളൊക്കെ പോയ വല്ല ഷർട്ടുമൊക്കെ മേടിച്ചു. ഇത് മിസ്ലൈമിൽ ദാസ്യം കൊണ്ടാവാം. സ്വതന്ത്രം. അപ്പോ നീ അവളോട് ചെല്ലും, അവക്കൊരു കുഞ്ഞുണ്ടാവുകയാണ്, എൻ്റെ മടിയിലൂടെ പ്രസവിച്ചോ, നമ്മുടെ മക്കളായിട്ട് വളർന്നു. അപ്പൊ അബ്രഹാം ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ആശയാണ്. സ്വതന്ത്രം. ദൈവത്തോട് ചോദിക്കാൻ പോയില്ല, കർത്താവേ സാറ പറഞ്ഞ പോലെ ചെയ്യട്ടെന്ന് ചോദിച്ചില്ല. അന്ന് വരെ സാറയുടെ പേര് സാറായി എന്നാണ്. സ്വതന്ത്രം. സാറായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാറായി. അതുകൊണ്ട് തമ്പൻ ആ പേരിന്റെ ഈ വെട്ടിക്കളഞ്ഞത്. ഇനി മുതൽ നിന്നെ സാറ എന്ന് വിളിക്കുന്ന ഈ വെട്ടിക്കളഞ്ഞു. കാരണം അബ്രഹാമിനെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അല്ല, അങ്ങനെ നിങ്ങൾ വേണ്ടി പോയി വായിച്ചോ. സാറായി എന്നായിരുന്നു തമ്പുരാൻ ഈ എന്ത് ചെയ്തു? വെട്ടി സാറ എന്നാക്കി. അപ്പൊ ദൈവകൃപയില്ലാത്ത കാര്യം പഠിപ്പിക്കുന്ന ഏതേലും സാറായി ഉണ്ട് ഇന്ന് രാത്രി ഈ അന്ന് വരെ അബ്രഹാമിന് വരെ അബ്രാം എന്നേ ഉണ്ടായിരുന്നു. അബ്രാം. തമ്പുരാൻ ഒരു ഹാം കൂടെ ചേർത്ത് കൊടുത്തു. ഇവിടെ ഈ വെട്ടി, അവിടെ ഹാം ചേർത്തു. സ്തോത്രം. ഒടുന്ന രാത്രി വെട്ടേണ്ടയാണേ വെട്ടണം, ചേർക്കേണ്ടയാണേ ഒരു സ്തോത്രം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സാറായിക്ക് അവസാനത്തോളം വിശ്വാസം മുറുകെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഏതിന്റെ അവസാനത്തോളം? ദൈവം കൊടുത്ത വാഗ്ദത്ത നിവർത്തി സംഭവിക്കുന്നതിന്റെ അവസാനത്തോളം. പ്രൈസലോ. അതുകൊണ്ട് വീട്ടിലൊരു ഇസ്മായിൽ ഉണ്ടായി. വീണ്ടും ഒരു 13 വർഷം കടന്നുപോയി. ഇപ്പൊ 86 വയസ്സുള്ള അബ്രഹാമിന് 99 വയസ്സായി. പ്രൈസലോ. അപ്പോൾ സമയത്തിന് മുമ്പേ ഉണ്ടായ ചെറുക്കന് 13 വയസ്സ് പ്രായമായി. ഇപ്പൊ കൊച്ചമ്മ ഇരുന്ന് പ്രാർത്ഥിക്കും, ഇവൻ അപ്പുറത്തെ മുറി കളിയാക്കി. കൊച്ചമ്മ ഇപ്പുറത്ത് അന്യഭാഷ പറയും, അവൻ അതേ അന്യഭാഷ അപ്പുറത്ത് വേറെ എഴുതി. നമ്മളെ ആയിരിക്കും അഭിഷേകം പ്രാജ് ഒന്നുമല്ല, ഇവൻ കളിയാക്കി. ഇവൻ എന്നോ ചെയ്താലും അബ്രഹാമിനെയും സാറേയും പരിഹസിക്കുവാൻ. നിങ്ങൾ വായിച്ചുകൊണ്ടേ ഭാവം. പ്രൈസലോ. നമ്മൾ കൈയടിച്ചാലും നമ്മൾ ആരാധിച്ചാലും ഇവൻ ആരാണ്?
ഈ പരിഹാസി എങ്ങനെ വീട്ടിൽ വന്നേ? Praise the Lord. Praise the Lord. അവിശ്വാസത്താൽ ഉരുവായത് സാറയ്ക്ക് എന്നും ഒരു ഭാരമായി, ഇന്നും ഭാരമാണ്. Praise the Lord. അന്ന് ഒരു മുള്ള, ഇന്നും ഒരു മുള്ള. Praise the Lord. ഇന്ന് രാത്രി വാഗ്ദത്തം നിവർത്തിക്കു വേണ്ടി കാത്തിരിക്കുന്ന നീ, വാഗ്ദത്തം പറഞ്ഞവൻ കൈ തരുന്നത് വരെ അവസാനത്തോളം ആദ്യ വിശ്വാസം ചേർന്ന് നന്നായി കർത്താവിനെ ആരാധിച്ചാൽ രണ്ട്, രക്ഷിക്കപ്പെട്ട അന്നുള്ള വിശ്വാസം മരിക്കുന്ന വരെ ഉണ്ടായി. ആരംഭത്തെക്കാൾ അവസാനം നല്ലതാണ്. ചിലരുടെയൊക്കെ ആരംഭം നല്ലതാണ്, അവസാനം വളരെ ദയനീയം. നമ്മുടെ ആരംഭം അത്ര ഒത്തില്ലേലും നല്ലൊരു അവസാനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വിലയ ഒടുവിൽ കിടന്ന കൈയും കാര്യം അടിച്ച് കർത്താവെ ഭക്തന്മാർ മരിക്കുന്ന പോലെ ഭക്തന്മാർ ജീവിച്ച പോലെ ജീവിക്കും, പിന്നല്ലേ മരിക്കാൻ പോകും. ഭക്തൻ ജീവിക്കുന്നവരെ ജീവിക്കാതെ ഭക്തൻ മരിക്കുന്നവരെ മരിക്കണമെന്ന് നടക്കുമോ? നടന്നില്ല, വെട്ടിക്കൊണ്ടുവായിരുന്നു വിലയാമനെ. മനസ്സിലായില്ലേ? പ്രൈസലോ. അപ്പൊ നിന്റെ ഉള്ളിലൊരു ആഗ്രഹം വേണം, എന്റെ ആരംഭം അല്പം ഒത്തില്ലെങ്കിലും അവസാനം നല്ലതായിരിക്കും. അപ്പൊ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവരെല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രോധിച്ചു? പാപം ചെയ്തതിനോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ആണയിട്ടത് അനുസരണം കേട്ടവരോട് അല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. 4 അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, 16-ാമത്തെ വാക്യം, മത്സരം. ഒന്ന് വായിച്ചേ. ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവരെല്ലാവരും. അപ്പൊ അവർക്ക് പ്രവേശിക്കാൻ തടസ്സമായ ഒരു പാപം എന്തായിരുന്നു? മത്സരം. 2, 17-ാമത്തെ വാക്യം, 40 ആണ്ട് ആരോട് ക്രോധിച്ചു? വായിച്ചു. പാപം ചെയ്തവർ. രണ്ടാമത്തെ വിഷയം പാപം. ഒന്നാമത്തെ വിഷയം മത്സരം, രണ്ടാമത്തെ വിഷയം പാപം, മൂന്നാമത്തെ വിഷയം 18-ാമത്തെ വാക്യം, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കേട്ടവരോടല്ലാതെ. മൂന്നാമത്തെ വിഷയം അനുസരണക്കേട്. 4, അതിന്റെ 19-ാമത്തെ വാക്യം, ഇങ്ങനെ അവിശ്വാസ നിമിത്തം. 4-ാമത്തെ വിഷയം അവിശ്വാസത്തെ ചെയ്. നിത്യതയ്ക്ക് തടസ്സമായ 4 വിഷയം. വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ തടസ്സമായ 4 കാര്യം. 1, മത്സരം. 2, പാപം. 3, അനുസരണക്കേട്. 4, അവിശ്വാസം. ചിലർ പറയും പഴയ നിയമം വേണ്ട ഭാഷ, പുതിയ നിയമം മതി എന്നൊക്കെ പറയുന്ന പോസ്പിരിറ്റിക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്. ഈ എബ്രായ ലേഖനം മുഴുവൻ പഴയ നിയമം എടുത്ത് പുതിയ നിയമം ആക്കിയേക്കുക. അപ്പൊ പഴയ നിയമത്തിലെ കാര്യം പുതിയ നിയമത്തിൽ എഴുതിയിട്ട് പറയാൻ അവർക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുതെന്ന്. അവർക്ക് എന്താ അബദ്ധം പറ്റിയേ? 1, അവർ മത്സരിച്ചു. ആരോട്? ദൈവത്തോടും ദൈവത്തിന്റെ ദാസന്മാരോടും മത്സരിച്ചു. ഫലം വാഗ്ദത്ത കനാൻ നഷ്ടമായി. 2, അവർ ദൈവത്തോട് പാപം ചെയ്തു. 10 പ്രാവശ്യം അവർ ദൈവത്തെ പരീക്ഷിച്ചു. മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത കനാനിലെത്തും വരെയുള്ള 40 വർഷത്തിനകത്ത് 10 പ്രാവശ്യം ഈ ജനം ആരെ പരീക്ഷിച്ചു? ദൈവത്തെ പരീക്ഷിച്ചു. Praise the Lord. Praise the Lord. നിങ്ങൾ വായിച്ചേ 1-2 കാര്യങ്ങൾ വേഗത്തിൽ.
പുറപ്പാട് പുസ്തകം 14:11. വേഗം വായിക്കണേ. മോശയോട് മരുഭൂമിയിൽ ശവക്കുഴിയില്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ഇനി അതിന്റെ 15:14 വായില്ലേ? സോറി, 16:3 വായിച്ചാൽ മതി. സമയം 16:3 വായിച്ചാൽ. ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്ത് വെച്ച് ഇറച്ചിക്കലങ്ങളുടെ അരിക്കൽ ഇരുന്നതേ ഉള്ളൂ, കഴിച്ചില്ല. അരികിലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് പറഞ്ഞു. അടുത്ത വാക്യം. അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഞാൻ അവരനുസരിക്കുമോ ഇല്ലയോ എന്ന് അവരെ പരീക്ഷിക്കേണ്ടതിന് ആകാശം എന്തോ വർഷിപ്പിക്കും? അപ്പം വർഷിപ്പിക്കും. 16:19. പിറ്റേ നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേ നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു. പിറ്റേ നാളത്തേക്ക് കുറെ എന്ത് ചെയ്തു? ശേഷിപ്പിച്ചു. അവരിന് അനുസരണക്കേട് എന്ത് ചെയ്തു? കാണിച്ചു. വായിച്ചേ അതിന്റെ 16:27 വായിച്ചേ. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയെങ്കിലും കണ്ടില്ല. ശബത്ത് നാളിനെ അവരെന്ത് ചെയ്തു? അശുദ്ധമാക്കി. കുഞ്ഞെ നീ 6 ദിവസം ജോലി ചെയ്യേ, നൈറ്റും ചെയ്തു, ഓവർ ടൈമും ചെയ്തോളാം ഒക്കെ പറഞ്ഞു. പക്ഷേ ഞായറാഴ്ച ദിവസം നീ ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അന്ന് ഇവൻ എന്നെ ചെയ്യാൻ പോയി? പറക്കാൻ പോയി. സ്തോത്രം. പ്രൈസലോ. ഇവൻ കഴിച്ച ആഹാരം നിങ്ങൾക്ക് അറിയാമോ? ചിറ്റുള്ളി, ചീര, പടവലങ്ങ, തണ്ണിമത്തൻ. ഇതായിരുന്നു ഇവന്റെ ആഹാരം. സ്തോത്രം. നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ ചെന്ന് ആഹാരം ഓർഡർ ചെയ്യുമ്പോൾ വരാൻ താമസിക്കും, കുറെ ഇലയിലാണ് കൊണ്ടുവെക്കത്തില്ല. അതാണ് ഇവൻ സ്ഥിരം കഴിച്ചത്. നമുക്കാണെങ്കിൽ മണ്ടക്കിടയിൽ സോസയിലും കിട്ടുമല്ലോ, ആ ടേസ്റ്റിൽ ഇല വലിച്ച്. മറ്റേ അതുപോലും ഇല്ലായിരുന്നു. പിന്നെ സോസിന് പകരം അവൻ ഇറച്ചി കഴിക്കുന്ന കലത്തിൽ ഇറങ്ങി വെച്ച കൊടുക്കുന്നു. അപ്പൊ ആ കടുക് വറക്കുന്ന മണം പിടിച്ചവൻ കഴിക്കുന്നു. സ്തോത്രം. ഇവൻ മണം പിടിച്ചിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അവൻ പറയുവാണ് ആ പാരമ്പര്യം. ഞങ്ങൾക്ക് അവിടെ ഇഷ്ടം പോലെ ആഹാരം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇറച്ചിക്കാലത്തിന് ഇറമ്പിലാണ് ഇരുന്നത്, ഒന്നും ഇല്ലല്ലോ, ചുമ്മാ പാരമ്പര്യം ചെയ്യാൻ അങ്ങ് പറയും. ദൈവർക്ക് മഞ്ഞ കൊടുത്തു. എന്താ കൊടുത്തു? മഞ്ഞ. എല്ലാവരും പറഞ്ഞ് ഇടങ്ങി വെച്ചു. അതൊക്കെ വ്യവസ്ഥയാണ്. കാരണം അപ്പൻ എത്ര കൊടുത്തേ? ഇടങ്ങരിയ. അപ്പൻ ഇടങ്ങരി കൊടുത്ത തമ്പരൻ എന്ത് കൊടുക്കും? നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളന്ന് കിട്ടും. സ്വതന്ത്രം. മഞ്ഞ 3 പേര് വന്നു, 3 ഇടങ്ങരി കൊടുത്തു. അവരെ 40 വർഷം ഇടങ്ങരി വെച്ചു കൊടുത്തു. സ്വതന്ത്രം. ശബദ്ധാളി മാത്രം ഒരു കൺസെഷൻ. അന്ന് ഇടങ്ങരി പറിച്ചാൽ 2 ഇടങ്ങരി കാണും. നാളത്തേക്കൂടുള്ളത്. പ്രീസലോ. ഇറച്ചി വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു കണക്കില്ല, ഇഷ്ടം പോലെ പറക്കാവുന്നതോളം പറയിക്കോളാം. കാട വന്നിങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുക. സ്തോത്രം. ഇറങ്ങുമ്പോൾ ഈ വാഗ്ദത്തം രണ്ടും, ഒന്ന് ഉയരത്തിലും ഒന്ന് ആഴത്തിലുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മഞ്ഞ ഉയരത്തിലും കാട കടലിന്റെ അടിയിലുമായിരുന്നു. ഇവിടെ ചോദിച്ചാൽ പറയാം, ഒന്നും കണ്ടിട്ടിറങ്ങിയതല്ല പാസ്റ്ററേ. ഈ കഷ്ടത ഒന്ന് മാറണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ജീവിതത്തിൽ 400 വർഷത്തെ കയ്പൊന്ന് മാറാൻ ഇറങ്ങിയതാ. പക്ഷെ ഇറങ്ങി അന്ന് മുതൽ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവം സ്വർഗ്ഗത്തിൽ നിക്ഷേപിച്ച നന്മ ഒരുക്കി വെച്ച് ഇറങ്ങുന്ന ഭക്തന് വേണ്ടി സ്വർഗത്തിൽ നിക്ഷേപിച്ചു വെച്ച, സംഗ്രഹിച്ചു വെച്ച നന്മ മനുഷ്യപുത്രന്മാർക്ക് പൊഴിച്ചിട്ടു. തമ്പുരാൻ തരുന്ന വസ്തുവിന് കേട് വരുന്നില്ല. സ്വന്തം പറഞ്ഞേ, തമ്പുരാൻ കൊടുക്കുന്ന നന്മ എത്ര ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞാലും കേടുവരാതെ മഞ്ഞിൽ പൊതിഞ്ഞാൻ കൊടുത്തേ. അർത്ഥം നിന്റെ വാഗ്ദത്തത്തിന് എത്ര ഉയരത്തിൽ നിന്ന് വീഴുന്നായാലും തരുന്നവന്റെ കരത്തിന്റെ ശക്തി നിന്റെ വാഗ്ദത്തം കേടുവരാതെ കൈതരും. നീ ചോദിച്ചു മേടിച്ചോ, ചെവിയില്ലാത്തത്, കണ്ണില്ലാത്തത്, മൂക്കില്ലാത്തത്, വായില്ലാത്തത് ഒന്നുമല്ല, കേടില്ലാത്തതിനെ കൈതരും. മനസ്സിലായില്ലേ?
ഉയരത്തിൽ നിന്ന് മഞ്ഞ പൊഴിയുമ്പോൾ മൈലുകൾ ആഴത്തിൽ കിടക്കുന്ന വാഗ്ദത്തത്തിന്മേൽ ദൈവത്തിന്റെ കാറ്റ് ചെന്നു. നീ ഇവിടെ ഇരുന്നാ മതി, ചെല്ലിന്റെ അടുത്ത് കാറ്റില്ല. നീ ഇവിടെ കൈയടിക്കുമ്പോ അവിടെ ഞുറുക്കിക്കൊണ്ടിരിക്കും. നിന്റെ വാഗ്ദത്തം നിന്റെ കൈ കിട്ടേണ്ട അളവിൽ പീസാക്കിക്കൊണ്ടിരിക്കും. ആഴത്തിൽ പീസായി നുറുക്കിയിട്ട് ദൈവത്തിന്റെ കാറ്റിനെ ആഴത്തിൽ ഉയർത്തിയപ്പോൾ കാറ്റും വെള്ളവും മാംസവും കൂടെ ചേർന്ന് ചെറുവ് മുളച്ചു. ഇന്ന് രാത്രി ഉപവാസന 4ാമത്തെ രാത്രി, ചില വാഗ്ദത്തം വിഷയത്തിൽ ചെറുവ് മുളയ്ക്കുന്ന രാത്രിയാണ്. ആരാമ്യ പാളയമുണ്ട്, പെരിസ്യ പാളയമുണ്ട്, അമോന്യ പാളയമുണ്ട്. പക്ഷെ ഉയർന്നു വന്ന കാള നേരെ അമോന്യ പാളയത്തിൽ പോയില്ല, ആരാമ്യ പാളയത്തിൽ പോയില്ല, പെരിസ്യ പാളയത്തിൽ പോയില്ല. മുഴുവൻ വന്നത് വാഗ്ദത്തം കേട്ട ഇസ്രായേലിന്റെ അടുക്കലേക്ക്. റൂട്ട് തെറ്റത്തില്ല. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? നിന്റെ വാഗ്ദത്തം മറ്റൊരുത്തന്റെ കൂടാരത്തിൽ പോകത്തില്ല. നിന്റെ വാഗ്ദത്തം നിന്റെ കൂടാരത്തിൽ അപ്പോ ഇവർക്ക് ആഴത്തിൽ നിന്ന് കാളയെ ഉയർത്തി കൊടുത്തു, ഉയരത്തിൽ നിന്ന് മന്നയെ ഒഴിച്ചു. ഒരേ സമയത്ത് രണ്ടു വിടുതല. ഒന്ന്, ഉയരങ്ങളിൽ നിന്ന് നന്മ പൊഴിയുന്നു. 2, ആഴത്തിൽ നിന്ന് നന്മ ഉയരും. തടയാൻ ആർക്കും ഒക്കത്തില്ല. കാരണം പൊഴിക്കുന്ന ആരാ? ദൈവം. അല്ല, ഭക്തൻ ചോദിച്ചേ, യഹോവന്റെ പക്ഷത്തുണ്ട്, ആരടാ തടയാൻ? എന്റെ വീട്ടിൽ വിടുന്ന മണ്ണ തടയാൻ ആർക്ക് കഴിയും? എന്റെ വീട്ടിൽ വിടുന്ന കാളയെ തടയാൻ ആർക്ക് കഴിയും? മനസ്സിലായി, ഇവന്മാർ ഈ മണ്ണ കഴിച്ച് ഈ കാളയെ കഴിച്ചാൽ ഇവന്മാര് പുച്ഛപ്പെടാം. അപ്പൊ ഈ ജനം ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങളുടെ ഇറച്ചിക്കറിന്റെ കഴിയാതെ ഞങ്ങൾക്ക് ഇറച്ചി കിട്ടാനോ ഇറച്ചി പറഞ്ഞ മോശം കിട്ടാതെ പിടിച്ചാണ് ഈ മരുഭൂമിയിലൂടെ ഇറച്ചി പിടിക്കുന്നത്. മോശ ഞാൻ നിങ്ങളോട് പ്രസവിച്ചു സാരികെട്ട് ചോദിച്ചേ, ഈ മരുഭൂമി നിനക്കല്ലോട് ഞാനോട് ഇറച്ചി തരാൻ വിളിച്ച് വയലന്റ് ആയി. അവിടെ നിങ്ങൾ വായി ഇച്ചിരി വയലന്റ് ആയി. അപ്പം പ്രയാസം വന്നാൽ ചിലപ്പോൾ മോശന്റെ ഉടനെ തമ്പുരാൻ നീ ചൂടാകാതെ ദേഷ്യപ്പെടാതെ നീ ചെന്ന ജനത്തോട് പറഞ്ഞു നാളെ ഇറച്ചോട് കൊടുക്കും. പുള്ളി ദൈവത്തോടെ അവൻ ചോദിച്ചു, എവിടെ കൊടുക്കുന്നേ പറയുന്നത്? നീ ആകാശത്തെ പറവയെല്ലാം പിടിക്കുമോ അതോ കാടിലെ മൃഗത്തെ പിടിക്കും? പിടിക്കുമ്പോൾ 2 കൂട്ടറിയാം ഇറച്ചി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ. ഒന്നിൽ ആകാശത്ത് എന്തോ പിടിക്കണം, പറവയെ പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ കടലിൽ നിന്ന് കാട്ടിൽ നിന്ന് മൃഗത്തെ പിടിക്കണം. തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ ഞാൻ ദൂത് പറയാനല്ല പറഞ്ഞു, എവിടുന്ന വരുന്നത് ചോദിക്കാൻ പറഞ്ഞു. നിന്റെ വഴിയൊന്നും എന്റെ വഴിയല്ല, നിന്റെ വിചാരവും രണ്ട് വഴിയുണ്ട് ഇറച്ചി കൊടുക്കാൻ. ഒന്നീ കാട്ടിൽ നിന്ന് മൃഗത്തെ വരുത്തുക, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് തമ്പുരാൻ. ഇത് രണ്ടും നിന്റെ വഴി, അത് രണ്ടും എന്റെ വഴിയല്ല. ഇന്ന് രാത്രി നീ വിചാരിക്കുന്ന മണ്ഡലത്തിൽ നല്ല നിന്റെ വിടുതൽ. നീ ഇന്ന് വരെ വിചാരിക്കാത്തൊരു മണ്ഡലത്തിൽ അതുകൊണ്ട് തമ്പുരാൻ കാറ്റ് എങ്ങോട്ട് അയച്ചു?
കടലിലേക്ക് അയച്ചു. സ്തോത്രം. അപ്പൊ കടലിൽ നിന്ന് കിട്ടിയ എന്തോ കിട്ടത്തുള്ളൂ? മീനെ കിട്ടത്തുള്ളൂ. പ്രൈസലോ. കടലിൽ നിറച്ച് കിട്ടുന്നൊരു പ്രതീക്ഷ ആർക്കില്ല? മോശയ്ക്കില്ല. അതുകൊണ്ട് ഇവര് പ്രതീക്ഷയില്ലാത്തടത്തുനിന്നാ ദൈവം ഇറച്ചി കൊണ്ടുവന്നത്. മനസ്സിലായി? ഇന്ന് രാത്രി നിന്റെ വിടുതൽ നീ പ്രതീക്ഷിക്കുന്ന റൂട്ടിൽ കൂടെയല്ല. ആരോട് വ്യക്തമായി പറയുന്നു, നീ വിചാരിക്കുന്ന റൂട്ടിൽ കൂടെ അല്ല, നീ വിചാരിക്കാത്ത റൂട്ടിലൂടെ. ഈ രണ്ട് നന്മകൾ വന്നപ്പോഴത്തേക്ക് ആടയ്ക്ക് ഭയങ്കര ഔഷധ ഗുണമാണ് പറഞ്ഞത്. ഈ പൊടിക്കൊള്ളി നടക്കുന്നത്. ഈ വലിവൊക്കെ ഉണ്ടാകാൻ ഭയങ്കര സാധ്യതയുണ്ടെന്ന് പൊടിയിലാണ്. അതുകൊണ്ട് കാടയിറച്ചി വലിവിന് നല്ലതാണൊക്കെയാണ്. എനിക്കറിയത്തില്ല. സ്തോത്രം. ചുരുക്കി പറഞ്ഞ കൊടുത്ത മന്നയ്ക്കകത്തും കഴിച്ച കാടയ്ക്കകത്തും ഔഷധ ഗുണമുണ്ടാകും. അതുകൊണ്ട് ഇവരിൽ ഒരു ബലഹീനം പോലും മൊബൈൽ മോർച്ചറിയോ മൊബൈൽ മെഡിക്കൽ സ്റ്റോറോ മൊബൈൽ ഹോസ്പിറ്റലിലോ ഇവരോടില്ലായിരുന്നു. പറഞ്ഞേ പ്രൈസലോ. ഇത് കഴിക്കുമ്പോഴേ അകത്തങ്ങ് സൗഖ്യം ചെല്ലുക. ഇന്ന് രാത്രി ഈ വചനത്തിനകത്ത് സൗഖ്യമുണ്ട്. പ്രൈസലോ. എത്ര പേരത് വിശ്വസിക്കുന്നു? അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന്. വരുമെന്നല്ല, വരുത്തുമെന്നല്ല, വന്നിരിക്കും. കർത്താവിനെ അകത്തെ കൽത്തളത്തിൽ കൊണ്ടുപോയി 39 അടി അടിച്ച്. 39 അടി. ഞാൻ ആ കൽത്തളത്തിനകത്ത് ഇറങ്ങി നിന്ന് ആ സ്ഥലം കാണുകയുണ്ട്. മനസാക്ഷി നഷ്ടപ്പെടാത്തൊരു അല്പമേലും ഹൃദയമുള്ള ആരതിനകത്ത് ഇറങ്ങിയാലും പൊട്ടി വാവിട്ട് കരഞ്ഞു. ഇന്നും ഭയങ്കര ദൈവസാന്നിധ്യം ഇപ്പോഴും. സ്തോത്രം. ഇതുപോലെ കടുന്തൂക്കായി പാറ വെട്ടിയിറക്കിയേക്കുന്ന ഒരു ചെറിയ റൂം, ചുറ്റും പാറ വെട്ടിയിറക്കിയേക്കുന്നത് ആ കൽത്തളം എന്ന് പറയും. കല്ലിനകത്തുള്ളൊരു മുറിയ കൽത്തളം. ഈ ഭിത്തിയോട് ചേർത്ത്, കല്ലിന്റെ ഒരു ഭിത്തിയോട് ചേർത്ത് കർത്താവിനെ 2 തുളകളിട്ട് ചങ്ങലകളാൽ ഈ കൈ ഭിത്തിയോട് ചേർത്ത് മുഖം തിരിച്ചു ബന്ധിച്ചു. കർത്താവ് ഈ പാറലോട്ട് മുഖം തിരിച്ച് പുറങ്ങി നിൽക്കുക. കാലും തുല്യ അകലത്തിൽ ബന്ധിച്ചു. സ്വതന്ത്രം. കയ്യോ കാലോ ശരീരമോ ചലിക്കാത്ത നിലയിൽ ചേർത്ത് ബന്ധിച്ചിട്ട് പാറയ്ക്കകത്ത് തന്നെ 2 ബക്കറ്റിന്റെ വലുപ്പമുള്ള 2 കുഴികൾ. ഇപ്പോഴും ആ കുഴിയുണ്ട്. ആ കുഴിക്കകത്ത് വിനാഗിരിയും ഉപ്പും ചേർന്ന ലായനി ഇങ്ങനെ വെച്ചിരിക്കുക. കൊളുത്തും അസ്ഥിയും ചൂണ്ടയും ചേർത്ത് പിന്നിയ ചാട്ടവാറ് ഈ ലായനിക്കകത്ത് മുക്കിയിട്ടാണ് ഈ പുറത്ത് ചുഴറ്റി അടിച്ചത്. അടികൊണ്ട് ഈ മേനിയിൽ നിന്ന് ഈ കൊളുത്തുകളും ചൂണ്ടയും അസ്ഥിയും ചേർത്ത് ഉടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കിഴങ്ങ് വർദ്ധിക്കുന്ന കപ്പ കൃഷിക്കാരൻ തന്നെ പറിക്കാൻ വയ്യാതെ വരുമ്പോൾ 2 കമ്പ് കെട്ടിയിട്ട് ഇങ്ങനെ കുലുക്കി ആ കപ്പ പറിക്കുപോലെ കിഴങ്ങൊടിയാതെ എന്ന് പറഞ്ഞ പോലെ 4 പടയാളി ചേർത്ത് തറച്ചു പോയ ചാട്ട കുലുക്കി പറിക്കുമ്പോൾ അവന്റെ മാംസം പറഞ്ഞു വന്നിട്ട് അവന്റെ പുറം കണ്ടത്തിൽ കലപ്പ കൊണ്ട് ഉഴുമ്പോണ്ട ഉഴവുചാല് പോലെ കീറി. ഒന്നല്ല 39 ഉഴവുചാലുകൾ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ഇന്ന് എയ്ഡ്സ് ഉൾപ്പെടെ, കാൻസർ ഉൾപ്പെടെ, ട്യൂമർ ഉൾപ്പെടെ, ലുക്കേമിയ ഉൾപ്പെടെ, വൈറൽ ഫീവർ ഉൾപ്പെടെ, ഹെപ്പറ്റൈറ്റിസ് ബി ഉൾപ്പെടെ ആയിരക്കണക്കിന് രോഗമുണ്ട്. പക്ഷെ ഉണ്ടാകാൻ 39 കാരണമേ ഉള്ളൂ. ഇവിടെ ഡോക്ടർമാരുണ്ട്, അറിയാമല്ലോ. വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചു രോഗം ആയിരക്കണക്കിനുണ്ട്. പക്ഷെ രോഗം മനുഷ്യരിൽ ഉണ്ടാകാൻ 39 കാരണങ്ങളേ ഉള്ളൂ. 39 കാരണങ്ങളാൽ ആ മനുഷ്യന് രോഗമുണ്ടാകുന്നതെങ്കിൽ രോഗത്തിന്റെ മുഴുവൻ ശക്തിയെ വലിച്ചെടുക്കാൻ എന്റെ യേശുവിന്റെ പുറത്ത് 39 അടിയടിച്ചു. 39 അടിയടിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ആരാധിച്ച പോലെ ഇന്ന് രാത്രി
അടിയടിച്ച് പുറം 39 ഉഴവുചാല് പോലെ കീറിയപ്പോൾ അത് ആത്മാവിൽ 600 വർഷങ്ങൾക്ക് പുറമെ കണ്ട പ്രവാചകൻ എഴുതി വെച്ചു. ആത്മദൃഷ്ടിയിൽ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. നല്ലൊരു സ്വപ്നം. നിന്റെ രോഗം എന്തുമാകട്ടെ കൂടെ പുറപ്പെടും. അലർജിയോ, സ്കിൻ ഡിസീസോ, കിഡ്നിയുടെ പ്രോബ്ലമോ, നട്ടലിന്റെ പ്രശ്നം എന്തുമാകട്ടെ, രോഗം എനിക്കറിയണ്ട. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ അടിപ്പിണരിൽ നീ ഇരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായ ഈ ആലയത്തിന്റെ സൗഖ്യം ആയിക്കൊണ്ടിരിക്കുക. നീ തൊട്ടു നോക്കിക്കോ, ആ രോഗം അവിടെ ഇല്ല. അതിന് പീസിച്ചെറിയാൻ വന്ന് തലയെ കൈവച്ച് യേശുവിനെ അവന് സൗഖ്യം പറയൊന്നും വേണ്ട. വില കൊടുത്തവനുണ്ട്, അവൻ ജീവിച്ചിരിക്കുക. ആദ്യം ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് നീ ധൈര്യപ്പെട്ടു. ഇന്ന് രാത്രി സൗഖ്യമാകുക. 29 വർഷം ഞാൻ അനുഭവിക്കല്ലേ. അന്ന് രാത്രി നിന്നെ അവൻ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. നിന്റെ ശാപം മാറ്റാൻ വേണ്ടി ഞാൻ തലയെ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ശാപം വഴിയെന്ന് പറയണ്ട. പറഞ്ഞാൽ വഴി തൊട്ട് കൈവച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. പക്ഷെ എനിക്ക് കൈവെക്കാൻ ഒത്തിരി പേടിക്കണ്ട. നിനക്ക് മുൻപോട്ട് വന്ന് മുട്ടുകുത്താൻ കഴിഞ്ഞില്ല, പേടിക്കണ്ട. നീ എന്റെ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? എത്ര വർഷം പഴക്കമുള്ള ശാപമായാലും ഇവര് മണ്ണെ ഭക്ഷിച്ചു, ഇറച്ചി ഭക്ഷിച്ചു. ഇറച്ചിക്ക് അളവില്ലാഞ്ഞുകൊണ്ട് ശരിക്കൊക്കെ പറക്കിയുണ്ട്. ആർത്തിയായിരുന്നു പറക്കി, ഏറ്റവും കുറച്ച് പറക്കുന്നത് ഒരുമാതിരി ഉഴപ്പി ആരാധന ഉണ്ടല്ലോ. എല്ലാരും കൈയടിക്കുമ്പോൾ ഞാനും അടിച്ചില്ലല്ലോ, ഞാൻ അടിച്ചടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാരും സ്വന്തം ഒരു സ്വന്തം ഞാനും എന്നാ പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞു. ഉഴപ്പി പറക്കിയ പുള്ളികൾ 10 പറ പറഞ്ഞു. അപ്പൊ ശരിക്കും പറക്കിയോടെ സ്ഥിതി പോയി. സ്വന്തം അവ ഈ പറക്കി കൂട്ടിയപ്പോൾ തിന്നണ്ടേ, കുറച്ചേരം കഴിച്ചപ്പോഴത്തേന് സംഗതി ചെടിച്ചു. വായിക്കൂടെ കയറി മൂക്കിക്കൂടെ ചാടി. അങ്ങനെയൊക്കെ വായിക്കണം കേട്ടോ സ്വന്തം. പക്ഷെ ഈ പല്ലൊക്കെ ഇടയ്ക്കുന്ന സാധനങ്ങള് അവരെ ഈ ഈന്തപ്പനയുടെ ഇർക്കിരി കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവൃത്തികൾ. ഈ ഇറച്ചി കഴിച്ചോണ്ടിരിക്കുമ്പോ അത് പല്ലടയിരിക്കുന്നേ ഉള്ളൂ. അന്നേരം ഇർക്കിരി കൊണ്ട് പല്ലടയ്ക്കത്തെ ഇറച്ചി കുത്തി മാറ്റുമ്പോൾ ഇവൻ പൊറുകൊടുത്തു. അപ്പൊ തമ്പുരാനോട് ഇവൻ പെറുകൊടുത്തപ്പോൾ ഇവന്റെ വഴിയെ നടന്നു. പെട്ടെന്ന് വഴിയെ മടങ്ങും. മുന്നോട്ട് വലിയൊരു ചിക്കൽപ്പാറ വഴിയടങ്ങും. ജനമാകെ വ്യാകുലപ്പെട്ടു. മന്നയും കിട്ടി, ഇറച്ചി കിട്ടി. പക്ഷെ വഴി എന്ത് ചെയ്തു? തമ്പുരാൻ പറഞ്ഞ് പേടിക്കണ്ട, രക്തത്തടി ആചരിച്ച് വന്നല്ലേ, നിന്റെ വഴി അടങ്ങി നിൽക്കുന്ന പോരിനെ നീ ഒന്ന് അടിച്ചേ, അതിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടാൻ പോകും. മനസ്സിലായില്ല? സ്തോത്രം. നിന്റെ ആത്മീക ജീവിതത്തിൽ വാക്തത്വത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നിന്റെ മുമ്പിൽ വഴി അടച്ചു നിൽക്കുന്ന പോരിനെ കണ്ട് നീ അറച്ചു നിൽക്കരുത്. നിന്റെ വിശ്വാസം കൊണ്ട് വഴിയടിക്കുക. നിങ്ങൾ ഇസ്രായേൽ പോയ വഴി W പോലെ. സ്തോത്രം. ആദ്യം ഇവിടുന്ന് അവർ പുറപ്പെട്ടു, ഇവിടെ വന്നു, പിന്നെ തിരിച്ചെന്ത് ചെയ്തു? ഇവിടെ വന്നു, പിന്നെ ഇവിടെ പോയി, പിന്നെ ഇവിടെ വന്നു. W പോലെ പോയി 40 വർഷം. അങ്ങോട്ട് ചെല്ലും, തിരിച്ചു പിന്നെയും വരും. സ്തോത്രം. പിന്നെയും പോകും, ഇങ്ങനെ പോയി. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ നടപ്പെല്ലാം നടന്നപ്പോൾ പർവ്വതത്തിൽ കൂടെ കയറി ഇറങ്ങി. പക്ഷെ ഈ ഒഴുകിയ വെള്ളം ഇവരുടെ പുറകെ പോകും.
ഒരു പർവ്വതം കയറും, വെള്ളം പർവ്വതം കൊണ്ടിരിക്കും. എനിക്ക് ഇന്നും പിടികിട്ടാത്തൊരു സൈക്കോളജി. ഇവൻ എങ്ങോട്ട് പോകുന്നു, വെള്ളം ഇവന്റെ പുറകെ പോകും. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട വെള്ളമുണ്ട്, വെള്ളമുണ്ട്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടർന്നു. 40 വർഷവും ഈ വെള്ളം പുറകെ ഒഴുകി. 2, മരുഭൂമി ഭയങ്കര ചൂടാ, പക്ഷെ ഇവർക്ക് മാത്രം ചൂടില്ല. പകൽ കംപ്ലീറ്റ് ഏസിയ, ഒറ്റക്കൊട. സ്തോത്രം. ഒരു മേഘം മേളിൽ ഇങ്ങനെ പോയ കറക്റ്റ് ആ ചൂടിനെ ക്രമീകരിച്ച്. രാത്രിയിൽ എല്ലാവർക്കും വേണ്ടി ഒറ്റ ലൈറ്റ്. ഏകദേശം 30 ലക്ഷം ജനമുണ്ട്. ഇവർക്കെല്ലാം കൂടെ ഒറ്റ ലൈറ്റ്. പകലും മേഘസ്തംഭം, രാത്രി അഗ്നിത്തോം. ഇറങ്ങിയപ്പം മേടിച്ച മിസ്രൈമിലെ ഒരു ജോഡി ചെരുപ്പാണ്. 40 വർഷം അടുത്തേഞ്ഞിട്ടില്ല. മണ്ണയുടെ ഗുണം മനസ്സിലായോ? കാലിലെ ചെരുപ്പ് തന്നില്ല. പ്രൈസലോ. നമ്മുടെ അപ്പൂന്റെ കാലിൽ അന്ന് ചെരുപ്പുണ്ടെന്ന് കൂട്ടി ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. ഇറങ്ങിയപ്പോ അപ്പൂന് 10 വയസ്സ്. 40 വർഷം നടന്നപ്പോ എത്ര വയസ്സായി? 50 വയസ്സായപ്പോ കാല് വളർന്നു കൂടെ ചെരുപ്പും വളർന്നു. വായിച്ചു നോക്കണം വീട്ടിൽ. പഴകിയെന്ന് മാത്രമല്ല, ഇവന്റെ കാല് വളർന്നനുസരിച്ച് ചെരുപ്പ് വളർന്നു. അന്നിട്ടാ ടീഷർട്ടാ. സ്വതന്ത്രം. പക്ഷെ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവന്റെ വസ്ത്രം എന്ത് ചെയ്തു? പഴകിയില്ലെന്ന് മാത്രമല്ല, വസ്ത്രം വളർന്നു. എല്ലാം മനസ്സിലാകും. നമ്മൾ 10 വർഷമായപ്പോൾ എല്ലാം പഴകില്ല. സ്തോത്രവും പഴകി, ആരാധനയും പഴകി, കൂട്ടായ്മയും പഴകിയല്ല. ഇതിലിപ്പോ വരുന്നത് ഞാൻ പഴയ വിശ്വാസിയാണെന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞെ പുതിയ വിശ്വാസിയായിട്ട് വാ. ആരാധിക്കുന്നു. മനസ്സിലായില്ലേ? ആരാധനയ്ക്ക് വരുമ്പോ എന്നും പുതിയതായിരിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയല്ല. ആ സ്വതന്ത്രം പറയുന്നേ, അവനൊക്കെ പുതിയതാണ്. കർത്താവ് തരുന്ന എല്ലാം പുതിയതല്ലയോ? അവന്റെ വസ്ത്രം പഴകിയില്ല, അവന്റെ വസ്ത്രം വളർന്നു. അവന്റെ ചെരുപ്പ് പഴകിയില്ല, അവന്റെ ചെരുപ്പ് വളർന്നു. പകലിൽ മേഘസ്തംഭം, രാത്രി അഗ്നിച്ചൂട്. ഇനി ഇവനെ പോകുന്ന പോക്കിൽ ഒരണലി കടിച്ചാൽ, ഒരു അഗ്നിസർപ്പം കടിച്ചാൽ പേടിക്കണ്ട. ആ കടിച്ചിടത്തോളം വിഷം വലിച്ചെടുക്കാൻ പിശാച് നിൽക്കുകയാ. ഇന്ന് രാത്രി നിന്റെ ആത്മീയ യാത്ര ഇതെല്ലാം കൊടുത്തിട്ടും ഇവർ ദൈവത്തോട് പാപം ചെയ്തു. അവർ ദൈവത്തോട് മത്സരിച്ചു. ഇപ്പൊ അവർ ചോദിക്കാണ്, ഇറച്ചിയൊക്കെ തന്നുള്ള ശരി, അപ്പം കൂടെ തരാൻ നീ ദൈവത്തിന് കഴിയും. കഴിച്ചോണ്ടിരിക്കുന്ന ചോദിക്കുക തരാനായിട്ട്. മത്സരിച്ചു, പിറുപിറുത്തു, അവിശ്വസിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശബത്ത് നാളിനെ അലക്ഷ്യമാക്കി, അനുസരണക്കേട് കാണിച്ചു. ഒന്നിൽ തൃപ്തി, എന്ത് കൊടുത്താലും അതൃപ്തിയ. ഒന്ന് വായിച്ചേ, സംഖ്യ 11:1 വായിച്ചേ. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി ആലയത്തിന്റെ അറ്റങ്ങളിൽ ഉള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. 4-ാമത്തെ വാക്യം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ആരായി? പറഞ്ഞേ. ഇവരുടെ അടുത്ത പാപം എന്താണ്? ദുരാഗ്രഹം. നേരത്തെ ആഗ്രഹിച്ചെന്തുവാ? കർത്താവേ, എനിക്കെങ്കിലും ഒരു ജോലി കിട്ടണം, പിന്നെ ഭാര്യയും പിള്ളേരെയും കഴിവിലൂടെ കൊണ്ടുവരണം. കർത്താവ് എന്ത് ചെയ്തു? ജോലി തന്നു, ഭാര്യയും പിള്ളേരെ കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു ഭാര്യ കൊടുക്കുകയാണ്. കർത്താവ് എന്ത് ചെയ്തു? പറഞ്ഞു കർത്താവ് ഇപ്പോഴേ വന്നപ്പോൾ താമസം വീട്ടിൽ നിന്ന് മാറി ഒരു അപ്പാർട്ട്മെന്റ് തരണം.
അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? അപ്പൊ പറഞ്ഞ കർത്താവെ ഞങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയാലും വണ്ടി എന്ത് ചെയ്യണം? കർത്താവ് എന്ത് ചെയ്തു? അപ്പൊ പറഞ്ഞ കർത്താവെ മറ്റേ പുള്ളിക്കാരൻ 4 മുറി പെട്രോൾ കൊണ്ട വീട്, അവൻ എനിക്ക് എന്ത് ചെയ്യണം? അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? അപ്പൊ പറഞ്ഞു അവൻ 2 കാറിന് എനിക്ക് 3 കാർ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇപ്പൊ വിഷയം വണ്ടി ഇടാനുള്ള സ്ഥലം ഇട്ടതാണ്. അപ്പൊ മറ്റേ അടുത്ത വീട്ടുകാർ ട്രൈലെ ദൈവം കൊണ്ട് വണ്ടി ഇട്ടു. ഹലോ, നമുക്ക് എന്ത് കയറി? ദുരാഗ്രഹം കയറി. നിങ്ങൾക്കുണ്ടോ? ഇന്ന് രാത്രി എല്ലാ ദുരാഗ്രഹവും കളയും. നീ പറ, ദൈവഹിതമില്ലാത്തൊന്നും എനിക്ക് വേണ്ടെന്ന് പറയാൻ ധൈര്യത്തോടെ. കർത്താവ് എനിക്ക് ദൈവഹിതമില്ലാത്തൊന്നും വേണ്ട, ദൈവഹിതമുള്ളത് മതി. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് മാറട്ടെ. ഇവൻ അനുസരണക്കേട് കാണിച്ചു, ദ്രവ്യാഗ്രഹികളായി, ദുരാഗ്രഹികളായി, വിഗ്രഹാരാധികളായി. ഇപ്പൊ ഇവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാന്ന് പറഞ്ഞു? മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവമാണെന്ന് പറഞ്ഞ് അവിശ്വസിച്ചു. ഇപ്പൊ വിശ്വാസം പറഞ്ഞ ഇഷ്ടമല്ല. 12 പേരെ തെരഞ്ഞെടുത്ത് വാഗ്ദത്ത കനാൻ കാണാൻ. 12 എവിടെ പോയി? വാഗ്ദത്ത കനാനിൽ പോയി. കനാൻ കണ്ടപ്പോൾ ഒരു മുന്തിരിക്കൊല കനാൻ മുതൽ മരുഭൂമി വരെ തിന്ന തീരത്തില്ല. ഒരു കൊല മുന്തിരി 2 പേര് തോളത്ത് കമ്പെ തൂക്കിയിട്ടേക്കുക. 2 പേര് ചോടായിട്ട് കൊണ്ടുവരിക. ഒരു കൊല മുന്തിരി. നല്ല ശരി പോയിട്ടുണ്ടോ? ഇപ്പോഴും അങ്ങനെ ഒരു സ്ട്രോബെറിയൊക്കെ നമ്മുടെ ഒരു വലിയ ആപ്പിൾ ഉണ്ടല്ലോ. ഇപ്പോഴൊക്കെ പാലും തേനും ഒഴിവാണ്. ചുറ്റുമെല്ലാം മരുഭൂമി. പക്ഷെ അവിടെ കനാൻ ദൈവം പുറത്തേക്ക് അനുഗ്രഹിച്ചു കൊടുത്തേക്കും. കന്നാലേക്ക് കറങ്ങാൻ താമസിച്ച പാൽ ഒഴുകുക, തേനെടുക്കാൻ താമസിച്ച തേൻ ഒഴുകുക. ഒരു യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി പാറക്കിടയിൽ ഒരു കമ്പൂരിനോട് കുത്ത് യോനാഥാൻ കുത്തിയപ്പോ കമ്പയെ കൂടെ ഒഴുകി വന്ന തേൻ കുടിച്ചതേ ഉള്ളൂ. പുള്ളിയെ വരപ്പെട്ടു. സാരം എടുത്ത വായിച്ചിട്ടോ? ഇതെല്ലാമായിട്ട് ഈ 12 പേരോട് തിരിച്ചു വന്നു. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് ഇച്ചിരി വലിപ്പം കൂടുതല. നമ്മുടെ കൂട്ടി 5 അടി 5 ഇഞ്ചൊന്നുമല്ല. അവർക്ക് നല്ല സൈസ് പുള്ളികളാണ്. അവർക്ക് നല്ല അനാഖ്യ മല്ലന്മാർ. അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് ഇവരെ നോക്കിയപ്പോൾ ഇവരെ വെട്ടുകിളിയെപ്പോലും. അപ്പൊ തിരിച്ചു വന്ന റിപ്പോർട്ട് പറയാം. അവർ പറഞ്ഞു 10 പേര് കൂടി ഒന്നിച്ചൊരൊറ്റ റിപ്പോർട്ട്. ഞങ്ങൾ പോയി സ്ഥലമൊക്കെ കണ്ടു, എല്ലാം കൊള്ളാം. പക്ഷേ നമുക്കൊന്ന് പിടിച്ചതാണ് അനാഖ്യ മല്ലന്മാരുണ്ട്. 2 പേര് 10 പേര് സാഹചര്യങ്ങളെ വിലയിരുത്തി. 2 പേര് സാഹചര്യങ്ങളെ അതിജീവൻ ദൈവത്തെ കണ്ടു. അവർ 2 പേര് യുവന്മാര് പറഞ്ഞ അനാഖ്യമല്ലന്മാരൊക്കെ അവിടെ ഞങ്ങളും കണ്ടതാ. പക്ഷെങ്കിൽ ആ ദേശം ദൈവം നമുക്ക് തന്നിരിക്കുക. പക്ഷേ ജനം ഭൂരിപക്ഷത്തിന്റെ കൂടെ കൂടി. ഭൂരിപക്ഷം പറഞ്ഞത് കേട്ട് ഭൂരിപക്ഷം എല്ലാം കൂടെ വാവിട്ട് നിലവിളിച്ചതായിരുന്നു. അവിടെ ചെന്നില്ല, കേട്ടപ്പോഴെ കരഞ്ഞു. 2 പേര് പറഞ്ഞു ആ ദേശം നമുക്ക് തരും. 10 പേര് അവിശ്വാസം പറഞ്ഞു, 2 പേര് വിശ്വാസം പറഞ്ഞു. തമ്പുരാൻ ഒരു പരിപാടി ചെയ്തു. 40 ദിവസം കൊണ്ട് അവിടെ ചെല്ലേണ്ടതാ. എവിടെ? കനാനിൽ. 1 ദിവസത്തെ 1 വർഷം വെച്ചാക്കി പെനാൽറ്റി. 40 ദിവസം കൊണ്ട് പ്രാപിക്കേണ്ട വാഗ്ദത്തം 40 വർഷമാക്കി. അവിശ്വസിച്ചവന്റെ വാഗ്ദത്തത്തിന് ദൈർഘ്യം കൂട്ടി. എന്നിട്ട് അവിശ്വാസിയുടെ ആയുസ് കുറഞ്ഞു. പറഞ്ഞില്ല. ഇവരെ മിക്ക പേരെയും തമ്പുരാൻ മരുഭൂമിയിൽ തട്ടി. എന്നിട്ട് വിശ്വസിച്ച 2 പേരുടെ ആയുസ് കൂട്ടി. സ്വന്തമാര് പറഞ്ഞില്ല. വിശ്വസിച്ചവന്റെ ആയുസ് കുറച്ചു. വിശ്വസിച്ചവന്റെ ആയുസ് കൂട്ടി.
അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. അതിനകത്തുണ്ട്, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് നീ ഭൂമിയെയും ഭൂമിയിൽ നിർമ്മിക്കുന്ന മുന്നേ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം അത് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ എപ്പോൾ ദൈവം പറഞ്ഞ കാര്യമല്ല. ദൈവം അങ്ങനെ മനുഷ്യന്റെ ആയുസ് കുറച്ചിട്ടില്ല. സ്വതന്ത്രം പറഞ്ഞ് നേരെ ജീവിച്ച് എത്ര വർഷം വരെ ജീവിക്കാന്ന് പറയാൻ പോവാ. സ്വതന്ത്രമുണ്ടോ? ദൈവം ആദ്യമായിട്ട് മനുഷ്യന്റെ ആയുസ് കുറച്ച് നോഗയുടെ ജലപ്രളയ ശേഷം. അതുവരെ മനുഷ്യന്റെ ആയുസ് 969 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഒരു 31 വർഷം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ പേര് ഗിന്നസ് ബുക്കിൽ വന്നേ. 1000 വർഷം ജീവിച്ചെന്ന് പറഞ്ഞു. അവൻ 1000 ജീവിച്ചാലും തമ്പുരാന്റെ ഒരു ദിവസമേ ആകത്തുള്ളായിരുന്നു. കാരണം ദൈവത്തിന്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെ. സ്വതന്ത്രം പറഞ്ഞു, ദൈവത്തിന്റെ ഒരു ദിവസം ജീവിച്ചവൻ ഇതുവരെ ഇവിടെ ഇല്ല. ഒരു സ്വതന്ത്രം പറഞ്ഞു. അപ്പോ ഇവൻ 120 വർഷം പ്രസംഗിച്ചു മാനസാന്തരം. പക്ഷെ ജനം എന്തില്ല. മാനസാന്തരപ്പെടാനത് കൊണ്ട് തമ്പുരാൻ ഇനി മേലാൽ മനുഷ്യന്റെ ആയുസ് 120 969 ഒറ്റപ്പെട്ട നേരെ എവിടെ കൊണ്ടുവന്നു? 120 വയസ്സ്. പക്ഷെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ ജനത്തിൽ യോശുവയും കാലേയും ഒഴിച്ച് സ്വന്തം സഹോദരൻ അഹരോനെ വരെ 80-നകത്ത് അടക്കേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ ശവം അടക്കിയ സഭാരിയുടെ മോശയാണ്. നമ്മുടെ പുസ്തകം നോക്കണ്ടോ? മനസ്സിലായില്ലേ? ഇറങ്ങിയ മുഴുവൻ പുള്ളികൾ 2 പേരെ വെച്ച് ബാക്കി എല്ലാവരും അടയ്ക്കുന്നു. ആ ഒരു ജനറേഷനെ തട്ടിക്കളഞ്ഞു. വീട്ടിൽ ശാന്തമായിട്ട് വായിക്കാൻ പേടിപ്പിക്കാൻ പറയുമെന്നാണ്. അപ്പൊ അടയ്ക്കതല്ല 70-80-നകത്ത് പോയി. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ അത് ഭയങ്കര കഷ്ടവും പ്രയാസവും, അത് വേഗം തീരുകയും മറന്നു പോവുകയും ചെയ്യുന്നു. പിന്നെ ആ ഒരു കാര്യം പുള്ളി നമ്മള് പറന്നു പോകുന്ന യന്ത്രം കണ്ടുപിടിച്ചിട്ട് 10-100 വർഷമേ ആവുള്ളൂ. ഇന്നേക്ക് ഒരു 3600 ശതമാനം വർഷങ്ങൾ പുറകെ പുള്ളിക്കാരൻ പറഞ്ഞ് പറന്നു പോകണം. പറന്നു പോകുന്നതുകൊണ്ടാണ് പിന്നെ കടലിലെ വെള്ളം പിരിച്ചിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ 40 ദിവസത്തേക്ക് മെഴുകി കത്തിച്ച് വെള്ളം പിരിച്ച് ആ കുരിശും വെച്ചുകൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കണം. അവിടെ ഇല്ല. നല്ല സ്വന്തം പറയുന്നത് അവിടെ ഇല്ല. നമ്മൾ ചുമ്മാ വെള്ളം പിരിച്ചോണ്ടിരിക്കുകയല്ലേ. പ്രൈസലോ. ചെറിയൊരു മാസം അവിടെ വന്നു പ്രാർത്ഥിക്കാം. ഞാനിന്നും പോത്തില്ല. എവിടെ വന്ന കുഞ്ഞെ കാറ്റ് പോയപ്പോഴേ പോയി. ആത്മാവ് അയച്ചവങ്കിലേക്ക് പോയി. പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടിയിലേക്ക്. സംശയമല്ലുണ്ട്. ഞാൻ പോകുന്നതിനെ പറ്റി നാളെ ഉച്ചയ്ക്ക് ഞാൻ പോകും. തെളിയിച്ചില്ല. എനിക്ക് ഈ പുസ്തകം വായിക്കുന്ന പണിയേ ഉള്ളൂ. അതുകൊണ്ട് സംശയമുണ്ട് ചോദിച്ചേ വിടാവൂ. അല്ല ഉച്ച കഴിഞ്ഞ് എന്നെ വിടരുത്. അപ്പൊ മരിക്കുമ്പോൾ 2 കാര്യം സംഭവിക്കാം. പറന്നു പോകും. പിന്നെ 40 ദിവസം ഇവിടെ കറങ്ങത്തും അച്ഛനെ നാത്തൂനെ വെട്ടാൻ നിൽക്കത്തൊന്നുമില്ല. പോയി. നല്ല സ്വതന്ത്രം പറഞ്ഞു. അപ്പോ ഇവരെല്ലാം അടക്കിയപ്പോൾ 70 പറഞ്ഞു. ഈ പറഞ്ഞ പുള്ളിക്കാരൻ മനുഷ്യായുസ് 70 ഏറെയായാൽ എന്ന് പറഞ്ഞ പുള്ളി മരിച്ചപ്പോഴെന്നറിയാമോ? 120-ാമത്തെ വയസ്സിലാണ്. ആര്? മോശ. അപ്പൊ 80 ഉള്ളൂ ആയുസ് അല്ല. 120-ാമത്തെ വയസ്സിൽ മോശയുടെ കാഴ്ച ശക്തി പോയില്ല. കായബലം കുറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വെള്ളെടുത്തില്ല. അത് കാണാനും കാഴ്ച ശക്തി പോയില്ല, കായബലവും കുറഞ്ഞില്ല. പിന്നെന്നാ ചത്ത്? പിന്നെന്നാ മരിച്ചേ? പറഞ്ഞേ. തമ്പുരാൻ വെച്ച ആയുസ് തീർന്നു. എത്ര? തമ്പുരാൻ പറഞ്ഞ ആയുസ് മുഴുവൻ ജീവിച്ച ഭക്തനാ മോശ. നേരെ ചൊവ്വേ മാനം മര്യാദ ജീവിക്കാം. എത്ര വയസ്സ് വരെ ജീവിക്കാം? നല്ല സ്വതന്ത്രം പറഞ്ഞു. 50 കഴിയുമ്പോഴേ ഭാഷ എനിക്ക് പ്രായമൊക്കെ ആയി ഇനിയിപ്പോ എന്നൊന്നും പറഞ്ഞു ചുമ്മാ നീ പ്രായം കളിക്കും. 80 നല്ല പയർ കുറഞ്ഞിരിക്കും. അച്ഛാ ആ മല എനിക്കതാ, അതെന്റെ വാക്തത്വം. അവിടെ അനാക്കി പറഞ്ഞ അതൊക്കെ തട്ടിക്കോളാം. മല എനിക്ക് അതിന്റെ വാക്തത്വം ചോദിച്ചു മേടിക്കണം. പിന്നെ 85-ാമത്തെ വയസ്സിൽ വെള്ളിപ്പച്ച പറയാ, എടാ ആ മല എനിക്കുള്ളതാ, അത് മോശ എന്നോട് പറഞ്ഞതാ, അതെന്റെ വാക്തത്വ സ്ഥലമാണ്.
ഞാൻ ആ മല ഇന്നും വെട്ടിപ്പിടിക്കാൻ, അതൊക്കെ മനസ്സിന്റെ ധൈര്യമാണ്. ഇതൊക്കെ പറഞ്ഞപ്പോ പ്രായമുള്ളവർക്ക് ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഈ പുള്ളി നോക്കിയാല് ജാഗ്രത. ഇതിനെല്ലാവരും മാർക്ക് സന്തോഷിക്കണം, ചിരിക്കുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ ആയുസൊക്കെ പറഞ്ഞു. എന്നിട്ട് യാക്കോബിനെ പോലെ അന്തസ്സായിട്ട് മതി. യാക്കോബ് എങ്ങനെ മരിച്ചറിയാമോ? പിള്ളേരെ 12 പേരെ അടുത്ത് വിളിച്ചു. എല്ലാവരും പാടാം. ആ പ്രായത്തിലും വിളിച്ച പിള്ളേരടുക്ക് വരുമാനം. ഇതിപ്പോ വിളിച്ചാലും വരുന്നത് ഇന്ത്യ പിള്ളേർ. അവർ ഇംഗ്ലീഷിൽ പോയി, നീ മലയാളത്തിൽ. ഇത് ആ പ്രായത്തിൽ പിള്ളേർ വിളിച്ചെടുത്തു. അത് അനുസരണ. പിന്നെ യാക്കോബ് എല്ലാവരും പാടാം. എല്ലാവരും പ്രധാനമന്ത്രിയെ വിളിച്ചു, നീ വരാൻ. അതാരാ? മന്ത്രിയൊക്കെ അവിടെ. പക്ഷെ നീ എന്റെ മോനെ ഇവിടെ വരാം. ഭാഷ അവനെ നമ്മളിനി എങ്ങനെ അവനോട് അങ്ങനൊക്കെ പറയുന്നത്? അവൻ പ്രായമായില്ലേ? അതാ അപ്പനല്ലേ, അവൻ എത്ര പ്രായം? നീ അല്ലേ? നിന്റെ അധികാരം നീ അവനോട് കാക്കട്ടെ. നല്ല സ്വന്തം പറഞ്ഞു. അപ്പോ എല്ലാരും വിളിച്ചു. അപ്പൊ 2 കൊച്ചു പിള്ളേരെ കൊണ്ട് ആര് വന്നേ? ജോസഫ് വന്നു. അപ്പൊ ചോദിച്ചു, മോനെ ഇവരാരാടാ ചോദിച്ചു. അതെന്റെ കഷ്ടതയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അവരുടെ കഥ. എന്നിട്ട് 12 പേരുടെയും തലയെ കൈവച്ച് 12 പേരെ ഭാവികാലം സംബന്ധിച്ച് പ്രവചിച്ച് എന്നോ വെളിപ്പാടാം. പിള്ളേർ അനുസരണമായ കാര്യം മനസ്സിലായോ? അപ്പനിപ്പോഴും വെളിപ്പാടുള്ളതാണ്. നീ ഭാവിയിൽ ആരാകുമെന്ന് 12 പിള്ളേരുടെ തലയെ കൈവച്ച് ദൂത് പറഞ്ഞു. അപ്പം അപ്പൻ പറയുന്ന പരുവത്തിൽ തല വെച്ചു കൊടുത്തു കേട്ടു. ദൂത് പറഞ്ഞു. എന്നിട്ട് ഈ 2 പിള്ളേരുടെ തലയോട്ട് കൈ കൊണ്ട് എന്ത് ചെയ്തു? ഇപ്പൊ ജോസഫ് ഈ പ്രായം കൊണ്ട് ഈ വിറച്ചു പോയാൽ ഉടനെ പറഞ്ഞു, മോനെ വിറച്ചു വന്നാൽ എനിക്കറിയാവണ എന്റെ കാഴ്ചപ്പാടൊന്നും പോയിട്ടില്ല. പ്രായത്തിലായി, പക്ഷെ കാഴ്ചപ്പാട് പോയിട്ടില്ല. ആരെ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് എനിക്കറിയാമോ? കൊച്ചുമക്കളെ എന്ത് ചെയ്തു? എല്ലാ അപ്പച്ചന്മാരുടെയും ഒരു കാര്യം പറയണം, മക്കളെ അനുഗ്രഹിച്ചത്. ചാകുന്നതിന് മുമ്പ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം, കർത്താവ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും വരട്ടെ, അവരെ തന്നെ അനുഗ്രഹം. എല്ലാ അപ്പന്മാരും അമ്മമാരും പറയും. അല്ലാതെ സമയം കിട്ടുമ്പോഴൊക്കെ നീയൊക്കെ അനുഭവിച്ചോളൂ. നല്ലതിനൊന്നും അല്ല എന്നൊന്നും നിന്റെ ഭാവം തീരുന്നു. നല്ലതിനല്ല പിന്നെന്തോ? അപ്പൊ നിന്റെ ഭാവം അങ്ങനെ പിള്ളേരെ നോക്കി ഗുണം വരാനുള്ളതാണ് അറിയാമല്ലോ, കാണപ്പെടും. ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയും. ശരിയായിക്കോട്ടെ മോനെ, നിനക്ക് നന്മ വരുവിടാം. ഇപ്പോഴത്തെ എനിക്കൊന്നും ഓർക്കണ്ട. കർത്താവിന്റെ സ്ഥിതി മാറ്റം ഞാൻ പ്രാർത്ഥിച്ചോളാം. നീ ധൈര്യമായിട്ട് എന്നൊക്കെ പിള്ളേരോട് പറയാം. മനസ്സിലായില്ലേ? അല്ല, ഇവിടെ വരുമ്പോൾ ഗ്ലോറിയും വിക്ടറിയും പിന്നെ അവിടെ ചെല്ലുമ്പോൾ ശാപവാക്കും പറഞ്ഞു സ്തോത്രം. പിന്നെ വീട്ടിൽ അമ്മയാച്ചാണ് പിള്ളേരെ ഗ്രൂപ്പ് തിരിക്കുക. നീ അല്ലെങ്കിലും അച്ഛൻ്റെ പ്രശ്നം എനിക്കറിയാമെന്ന് ഗ്രൂപ്പ് തിരിക്കും. വീട്ടിൽ നമ്മളെ പറഞ്ഞ പിള്ളേരെ ഗ്രൂപ്പാണ്. എല്ലാവരും ഒറ്റ ഗ്രൂപ്പ് നടത്തണം. അപ്പനെ അമ്മ ഒരുപോലെ നോക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. 10 കൽപ്പനയ്ക്ക് ആകെപ്പാടെ ബാക്കിയുള്ള കൽപ്പനയുണ്ട്. ഏതെന്നറിയാമോ? നിനക്ക് നന്മയുണ്ടാകാൻ. എല്ലാവരും പറഞ്ഞേ, നന്മയുണ്ടാകാൻ, നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ. എന്റെ അപ്പനെയും അമ്മയെയും എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ പടമെടുത്ത് ഫോട്ടോ ഒട്ടിച്ച് പനോരമ ഇടുന്ന കാര്യമല്ല. എന്ത് കാശ് മുടക്കി അടക്കണമെന്ന് ജീവിച്ചു വന്നാൽ വെള്ളം കൊടുക്കാം. ഒരു ചട്ടുതുണിയൊക്കെ മേടിച്ചു കൂടെ, തേക്കാൻ കുഴപ്പം മേടിച്ചു കൂടെ, കുളിക്കാൻ സോപ്പ് മേടിച്ചു കൂടെ, ചാകുമ്പോ ഫോട്ടോയും കൊണ്ട് വെച്ച് ആദരാഞ്ജലികൾ. പിന്നെ കർത്താവിനെ നോക്കും, മര്യാദ കർത്താവിനെ നോക്കും. ക്രൂശി കിടക്കുക, പൊളഞ്ഞോണ്ടിരിക്കുക, കയ്യിലും കണ്ണും കാര്യം പാണി, തലയെ മുൾക്കിരീടം, പുറത്ത് 39 ഉരുവുചാലുകൾ. അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, യോഹന്നാനെ നീ വന്നു.
ഇതേ ഇന്ന് മുതൽ നിന്റെ അമ്മയാണ്. നോക്കിക്കോണം, മരിക്കുമ്പോഴും കടമ മറക്കാത്താണ് എന്റെ കർത്താവ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിന്റെ അമ്മയാണ്. ചേച്ചിയോട് പറഞ്ഞു, ഞാൻ തൽക്കാലം പോവുകയാണ്, പക്ഷെ മകൻ എന്ന് വിചാരിക്കില്ല, ഇന്ന് മുതൽ എനിക്ക് പോലെ ഇവൻ നിന്റെ മകനാണ്. ക്രൂശിന്റെ മാർഗം എന്ന് ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യാക്കോബ് പിള്ളേരെ എല്ലാം അനുഗ്രഹിച്ചു, കൊച്ചുമക്കളെ അനുഗ്രഹിച്ച് തന്നെത്താൻ കാലെടുത്ത് കടലേ വെച്ചു. പിള്ളേര് കാല് വാരി വെച്ചെന്നല്ല, തന്നെത്താൻ കാലെടുത്ത് കടല, അങ്ങനെ എഴുതിയേക്കുന്നത്. തന്നെത്താൻ കാലെടുത്ത് കടലേ വെച്ചു. സ്തോത്രം. സ്വന്തം വടിയെ ചാരി. ഈ വടി ഏതെന്നറിയാമോ? ഏശാവിനെ പേടിച്ച് ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് അമ്മ കൊടുത്തൊരു കൊച്ചു കുപ്പി എണ്ണ കൈ വെച്ചുകൊണ്ട് അമ്മാവന്റെ വീട്ടിലേക്ക് ഓടിയവനയാണ്. രണ്ട് ഭാര്യമാരെ കിട്ടി, രണ്ട് ദാസിമാരെ കിട്ടി, 12 ആൺപിള്ളാരെ കിട്ടി, ഒരു മോളെ കിട്ടി, 2 കൂട്ടം ആടുമാടുകളെ കിട്ടി. പക്ഷെ വടി കളഞ്ഞില്ല. നമ്മൾ എന്നേ കളഞ്ഞു? മിസ്രൈമിലേക്ക് പോയി പ്രധാനമന്ത്രിയുടെ മോന അപ്പനായിട്ട്, അന്നും വടി കളഞ്ഞില്ല. മനസ്സിലായില്ലേ? ചാകുമ്പോഴും വടിയെ ചാരി. എന്നാ വടിക്ക് പ്രത്യേകത? ഒന്നുമില്ലായ്മയിലും ഇതെന്റെ സന്തത സഹചാരി. ഒരു കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ, വനാന്തരത്തിൽ വഴിയറിയാതെ കിടക്കുമ്പോൾ, വഴിയടഞ്ഞ് സൂര്യൻ അസ്തമിച്ചപ്പോഴും ഈ വടി എനിക്കൊരു സഹായം. കൂടപ്പറപ്പെ ചൂട് മറക്കൽ. ഇനി ഒരു പക്ഷേ നമ്മൾ കാനഡ വെച്ച് കണ്ടെന്ന് വരത്തില്ല. കർത്താവ് വരാൻ താമസിച്ചാൽ എവിടെ വെച്ചാലും കാണില്ല, നിത്യത നമ്മൾ കാണും. എനിക്ക് സ്നേഹത്തോടെ ഒരു തല നരച്ച മനുഷ്യൻ എന്ന നിലയിൽ, നിങ്ങളെ പോലെ ഒരു അമ്മ പെറ്റ മകൻ എന്ന നിലയിൽ എനിക്കൊരു കാര്യം ഞാൻ ഓർപ്പിക്കാനുണ്ട്. ചൂട് പറക്കൽ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കരികർപ്പത്തിലേക്കും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി. ദൈവം നടത്തിയ വിധങ്ങളോ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒറ്റപ്പെട്ട മണ്ഡലത്തിൽ, എല്ലാവരും കൈവിടപ്പെട്ട മണ്ഡലത്തിൽ, സഹായത്തിന് ആരുമില്ല. സർപ്പങ്ങളുടെ ചീറ്റലുകളും കുറുക്കന്റെ ഓടിയിലെ ശബ്ദവും അമ്മയില്ല, അപ്പനില്ല, ജ്യേഷ്ഠൻ കൊല്ലാൻ സാധ്യത കൊണ്ട് ഭയപ്പെട്ട് കിടക്കുമ്പോൾ, എല്ലാം വഴി അടഞ്ഞപ്പോൾ ഉയരത്തിൽ ഒരു വഴിതോ ഒരു ഗോപന് താഴേക്ക് ഇറങ്ങി വരുന്നു. ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. അതാ കൃപ, അതാ കൃപ. എല്ലാ വഴി അടയുമ്പോൾ, എല്ലാ വഴി അടയുമ്പോൾ ഞാൻ ദൈവത്തെ നന്ദിയോടെ ഈ യാക്കോബ് ഇച്ചിരി സൈക്കോളജി പഠിച്ചാണ്. എനിക്ക് യാക്കോബിന്റെ ചില സ്വഭാവങ്ങളില്ല. ഞാൻ ശാന്തമായിട്ട് പഠിക്കും. ചിലപ്പോൾ ചിരിക്കില്ലായിരുന്നു. നിങ്ങൾ പുസ്തകം വായിച്ചിരിക്കാറുണ്ടോ? വായിച്ച ഗ്രഹിച്ചിട്ട് വേണ്ട ശരി. ഈ പുള്ളിക്കാരൻ ഭയങ്കര ടെക്നോളജി ഉള്ള ആളാണ്. നമ്മളല്ലയോ അവകാശം കിട്ടാൻ വേണ്ടി 21 ദിവസം ഇരിക്കും. പുള്ളിക്കാരന് അവകാശം കിട്ടിയ 20 ദിവസം പുള്ളി ആകെ ഒരു പായസം അതിനകത്ത് എപ്പോഴാണ് എസൻസ് ചെല്ലുന്നത് പുള്ളിക്കാരൻ. കറക്റ്റാ ഏശാവ് വരുമ്പോ മൂക്കിലോട്ട് മണം ചെല്ലത്തക്ക സമയത്ത് പുള്ളി എസൻസ് ചെയ്യാം. ഒരു പായസത്തിന് പുള്ളി എന്തോ മേടിച്ചു, അവകാശം. പിന്നെ പുള്ളിക്ക് അനുഗ്രഹം
അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഒരു ഏടൊന്നും പുള്ളി ഇരിക്കുന്നത്. സ്തോത്രം. പുള്ളിക്ക് കാട്ടിറച്ചിയായിട്ടൊക്കെ മസാല മാറ്റി ചെയ്യാൻ വിളിക്കണം. ഇപ്പൊ എല്ലാത്തിനും മസാല കിട്ടുമല്ലോ. ആട്ടിറച്ചി പുള്ളി എന്തോ ആക്കി, കാട്ടിറച്ചിയാക്കി മസാല മാറ്റി ചെയ്ത. എന്നിട്ട് മോണോക്കി കളിക്കാനും മെമ്മിക്രിക്കും പുള്ളി എടുക്കണം. പുള്ളി ഒരു വസ്ത്രമൊക്കെ എടുത്തിട്ട് സ്തോത്രം ചെന്ന് മിമിക്രി കളിച്ച് മോണാക്ട് കാണിച്ച് കാട്ടിറച്ചി കൊടുത്ത് തന്നെ മേടിച്ചു. അനുഗ്രഹം എടുത്തെടുത്ത് അപ്പം ചോദിച്ചു, മോനെ സ്വരം കേട്ടിട്ട് നീ ജോലിയൊക്കെ പറഞ്ഞ ബന്ധുക്കാരുടെ സ്വരമാണല്ലോ. സ്വരം കേട്ടിട്ട് ഏശാവിന്റെ കൂട്ട് തപ്പി നോക്കിട്ട് നമുക്ക് പിടികിട്ടത്തില്ല. നമ്മൾ ഇല്ല, ഞാൻ ഏശാവ് തന്നെയാണ്. ഓക്കെ, മൊത്തം അനുഗ്രഹം. അത് ഏശാവ് വന്ന് ചോദിച്ചോ പറഞ്ഞു, മോനെ നീ ആരാടാ? ഞാൻ ഏശാവ്. അവിടെ മുമ്പേ അനുഗ്രഹിച്ചതോ? അവൻ ചോദിച്ചു അനുഗ്രഹവും മൊത്തം കൊണ്ടുവരാം. അതിനൊന്നും ഇല്ലെന്ന് ചോദിച്ചു. പിന്നീട് കരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിക്കണം. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പുള്ളിക്ക് ആകെ മുടക്ക് ഒരു പായസം വെച്ചപ്പോ അവകാശം, ഇറച്ചിക്കറി വെച്ചപ്പോ അനുഗ്രഹം. അടുത്ത പരിപാടി നോക്കണം. പുള്ളിക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി രാവിലെ വേണ്ടി ജോലി ചെയ്യാൻ പുള്ളിയെ കൊണ്ടുപോയി. പുള്ളി ചെറിയൊരു പുണ്യയുടെ മണ്ടേ ഒരു പുണ്യക്കറി 5-6 കമ്പൊഴിച്ചു. താഴെ കൊണ്ടുവന്ന് പുള്ളി മെനക്കെട്ടിരുന്നുണ്ട്. അത് ഡിസൈനായിട്ട് അല്പം തൊലി നിർത്തും, പിന്നെ തൊലി എടുക്കും, പിന്നെ തൊലി നിർത്തും, പിന്നെ തൊലി എടുക്കും. അങ്ങനെ തൊലി എടുത്ത് കുറച്ചട തൊലി ഇല്ലാതെ ഞാൻ ഡിസൈനാക്കി. എന്നിട്ട് ആട് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ കറക്റ്റ് അത് വെള്ളത്തിൽ ഇട്ടുമ്പോൾ ഇങ്ങനെ വെള്ളം നോളം അടുപ്പിച്ചു. സൈക്കോളജി അപ്പൊ വെള്ളയും കറപ്പും പോലെ ഡിസൈൻ വെള്ളത്തിൽ വന്നു. അത് കണ്ടുകൊണ്ട് വെള്ളം കുടിച്ചപ്പോൾ ആടുകൾ ചെന്നൈ ഉണ്ടായ കുട്ടികളെല്ലാം കറപ്പും വെള്ളം. നമ്മളാണ് അതിനുവേണ്ടി നാപ്പൊക്കെ ഇരുന്നേ. ഇനി ഭാര്യ പണിയിൽ പോയാൽ ഭാഷ വിളിച്ച് കമ്പസിക്കണം ചെയ്യാൻ പുള്ളിക്ക് സമയമില്ല. ഒരു ദൂതായിപ്പഴം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ ഭയങ്കര രസമാണ് അവരുടെ ജീവിതം. ഇതെല്ലാം കൊണ്ട് പുള്ളി ബഹുസമ്പന്നനായി. യാബോക്ക് വന്നപ്പോ മനസ്സിലായി ഈ ടെക്നിക്കിൽ മേടിച്ചതെല്ലാം കൊണ്ട് ഇവിടെ വില വരാൻ. ചേട്ടനെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു, നാട്ടുകാരെ കളിപ്പിച്ചു, ലാബാനെ കളിപ്പിച്ചു, അഡ്ജസ്റ്റ് ചെയ്ത് ടെക്നിക്കിൽ ഉണ്ടാക്കിയല്ലേ എവിടെ വരെ വരത്തുള്ളൂ. അനുഗ്രഹം വേണേൽ മുട്ടു മടക്കേണ്ടവന്റെ മുമ്പിൽ മടക്കണം. സ്തോത്രം. ഇവർ തമ്മിൽ വെളുക്കുന്ന വരെ ഒരു മൽപ്പിടുത്താണ്, പ്രാർത്ഥനയിൽ മൽപ്പിടുത്തം വെളുക്കുന്ന. സ്തോത്രം. അവസാനം കർത്താവ് പറഞ്ഞ ഉഷസാകുന്നു, എനിക്ക് പോകണം. അവർക്ക് പൊക്കോ, അനുഗ്രഹിച്ചിട്ടു. നീ ഇവിടെ ഞാൻ പോകട്ടെ പറഞ്ഞില്ലേ പൊക്കോളാം, അനുഗ്രഹിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. എനിക്കൊരു ചോദ്യം വന്നേ, ഇവിടെ യാക്കോബിനാണോ ശക്തി അതോ ദൈവത്തിനാണോ ശക്തി? ഒരിക്കലും വിക്കനായ മനുഷ്യൻ, പേര് മോശ, തമ്പനെ കോപിച്ചു നിൽക്കുക, കണ്ണിനൊക്കെ തീ പാറുക, ദഹിപ്പിക്കുന്ന അഗ്നിയല്ലേ. ദൈവം പറഞ്ഞു, മോശേ, ഞാൻ ഈ ജനത്തെ ഇപ്പൊ നശിപ്പിച്ചു കളയും, നീ വിഷമിക്കണ്ട, നിന്നെ ഒരു വലിയ ജാതിയാകും. നമ്മൾ വരുവാണെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ നടക്കട്ടെ. മോശ പറഞ്ഞു, എന്തുവായി പറയുന്നേ? ഈ ജനത്തെ നശിപ്പിച്ച മിസ്രയീമിലെന്ന് പറയും, പുറപ്പെടുവിച്ച ദൈവത്തിന് വാഗ്ദത്തം കാനാനി കൊണ്ടെത്തിക്കാൻ കഴിവില്ലെന്ന് പറയത്തില്ലേ? കൊല്ലാനൊക്കത്തില്ല. ആരെ കയറി പിടിച്ചു? തമ്പുരാൻ പറഞ്ഞു, വിടും മോശേ. വിടത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ കൊന്നു, എന്റെ പേര് വേണ ജീവന്റെ പുസ്തകം വെട്ടിക്കൂ, പക്ഷെ ജനത്തെ കൊല്ലാൻ സമ്മതിക്കത്തില്ല. എനിക്കൊരു ചോദ്യം, ഇവിടെ വിക്കനായ മോശയാണോ ശക്തൻ? ദൈവമാണ്. ദൈവമാ ശക്തൻ. പക്ഷേ കണ്ണുനീരിന് മുമ്പിൽ ഒരുത്തൻ ഇടിവിരിക്കാനുണ്ടെങ്കിൽ, ഒരുത്തൻ മധ്യസ്ഥ അണയ്ക്കാനുണ്ടെങ്കിൽ,
അന്ന് രാത്രി യാക്കോബ് സമ്മതിച്ച എന്റെ പേര് യേശാവെന്നല്ല എന്റെ പേര്, അതായി എടുത്തെടുത്ത് നിന്റെ പേരെന്നാണ്. ഞാൻ പറഞ്ഞു എന്റെ പേര് നീ അച്ഛൻ്റെ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ എന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? നീ അവിടെ പറഞ്ഞ പേരല്ല ഇപ്പൊ പറയുന്നത്, നിന്റെ പേരെന്നാണ് ചോദിച്ചു. അന്ന് രാത്രി തമ്പുരാൻ പേര് മാറ്റി, പേരെന്താക്കി? ഇസ്രായേൽ. ഒറ്റ രാത്രി കൊണ്ട് അവന്റെ പേര് മാറി. ഇന്ന് രാത്രി ആരോടൊക്കെയോ ഒന്ന് പറയാം, പേര് മാറി. ഒറ്റ രാത്രിയോട് പേര് മാറി. പേരെന്തായി? ഇസ്രായേൽ എന്നായി. എന്നിട്ട് അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇസ്രായേലേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ വലം കരത്തെ പിടിച്ചിരിക്കുന്നു. എടാ മോനെ, നീ വെള്ളത്തിൽ കൂടി കിടക്കേണ്ടി വരും, പേടിക്കണ്ട, നിന്നെ മുക്കത്തില്ല. നീ നദിയിൽ കൂടി കിടക്കേണ്ടി വരും, പേടിക്കണ്ട, നിന്റെ മീതെ കവിയത്തില്ല. നീ തീയിൽ കൂടി കിടക്കേണ്ടി വരും, പേടിക്കണ്ട, ആ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ കൊടുത്ത അനുഗ്രഹം നൂറ്റാണ്ടുകൾ നീളുന്ന അനുഗ്രഹം. യാക്കോബിന്റെ ജീവിതത്തിൽ കടലെ കാലെടുത്ത് വെച്ച് വടിയെ ചാരി മരിക്കുമ്പോൾ ഈ ഭക്തൻ വെള്ളത്തിൽ കൂടെ പോയില്ല, നദി കൂടെ പോയില്ല, തീ കൂടെ പോയില്ല. യാക്കോബ് മരിച്ചു, പക്ഷെ ഇസ്രായേൽ വളർന്നു. യാക്കോബ് മരിച്ചു, ഇസ്രായേൽ വളർന്നു. ദൂത് ഇസ്രായേലിനോടാ. ഇസ്രായേൽ വെള്ളത്തിന്റെ അടുക്കൽ വന്നു, ചെങ്കടലിന്റെ തീരത്ത്. ദൂത്, നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും. ദൂത് കേട്ട യാക്കോബേ, നീ അന്ന് കാണത്തില്ല, പക്ഷേ നിന്റെ കടി പ്രദേശത്തിരിക്കുന്ന ഇസ്രായേലേ ഞാൻ അന്ന് കാണും. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചാൽ ഞാൻ പറയും, ഭക്തനായ മോശ വടി നീട്ടി, അതുകൊണ്ടാ ചെങ്കടലുണ്ട്. അതാ സത്യം, അതാ ശരി. സത്യമെന്നല്ല, ശരി വേറെ, സത്യം വേറെ. യായിറോസിന്റെ മകൾ മരിച്ചെന്ന് പറഞ്ഞതാ ശരി. യേശു പറഞ്ഞു ഭാരം മരിച്ചിട്ടില്ല, അതാ സത്യം. ശരി വേറെ, സത്യം വേറെ. മനസ്സിലായില്ലേ? PC ചെറിയാൻ പറയുമ്പോ തോന്നുന്നു ഇതാ ശരിയെന്ന്, ബിജു പാസ് നാളെ പറയുമ്പോ അതാ ശരിയെന്ന്, സോണി പാസ് നാളെ കഴിഞ്ഞ് പറയുമ്പോ അതാ ശരിയെന്ന്, അതിന്റെ നാളെ നമ്മുടെ വിൽസൺ പാസ് അതാ ശരി. ശരി മാറി മാറി വരും, സത്യം മാറി മാറി വരത്തില്ല. സത്യം മാറി മാറി, സത്യം ഒന്നേ ഉള്ളൂ. യേശു പറഞ്ഞു ഭാരം മരിച്ചിട്ടില്ല. വീട്ടിൽ ദാസ പറഞ്ഞു മാറി എന്ത് ചെയ്തു? അവൻ പഞ്ഞിയും വെച്ചു വന്നു, അവളുടെ കൂടിയ താടിയും കാര്യങ്ങളും കൂട്ടി കെട്ടി. ആ കറക്റ്റ് കാര്യം പറഞ്ഞു, അതാ ശരി. മോശം വഴി നീട്ടിയപ്പോഴാ ചെങ്കടൽ വിഭജിച്ച, അതാ ശരി. സത്യം അതല്ല. സത്യം 400 വർഷങ്ങൾക്ക് പുറകിൽ യാബോക്കിന്റെ കടവിൽ ഭക്തൻ മുട്ടുമടക്കിയപ്പോ സ്വർഗം പറഞ്ഞു, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി തലമുറയ്ക്ക് ഞാൻ കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? തലമുറയുടെ മുമ്പിൽ വഴി അടഞ്ഞ് വെള്ളം വരും, പേടിക്കണ്ട. ആ വെള്ളം നിന്റെ തലമുറയെ വെള്ളം മുക്കത്തില്ലെന്ന് ഒന്നും പറഞ്ഞേ. വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും, പക്ഷേ നിന്റെ മീതെ അത്. വർഷങ്ങൾ മുൻപോട്ട് പോയി, 40 വർഷം കൂടെ കഴിഞ്ഞു. ജോർദാന്റെ തീരത്ത് വന്നു. PC ചെറിയാൻ ശരി പ്രസംഗിച്ചാൽ പറയും, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ ഉള്ളംകാല് വെള്ളത്തിന്റെ ബക്കത്ത് ചവിട്ടിയപ്പോൾ യോർദാൻ രണ്ടായി. അതാ
ശരി, സത്യമതല്ല. 440 വർഷങ്ങൾക്ക് പുറകിൽ ഭക്തന്റെ തലേ കൈവച്ച് സ്വർഗം പറഞ്ഞ യാക്കോബേ, നിന്റെ തലമുറ ആദിയിൽ കൂടി കടക്കേണ്ടി വരും. പക്ഷേ രക്തത്താല ജയം. വർഷങ്ങൾ മുൻപോട്ട് പോയി. ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ശക്തിയായിരിക്കുന്ന നെബൂഖദ്നേസർ യഹൂദവാരന്മാരായ ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ 7 മടങ്ങ് ചൂടുള്ള അഗ്നിച്ചൂളയിൽ എറിഞ്ഞു. യാക്കോബ് തീ കൂടെ പോയില്ല, പക്ഷെ തലമുറ തീ കൂടി പോകേണ്ടി വന്നു. 1 മടങ്ങല്ല, 7 മടങ്ങ് ചൂട്. പക്ഷെ ദൂതുണ്ട്, തീയിൽ കൂടി കടക്കേണ്ടി വരും. ആ തീ നിന്നെ ചേർന്ന് പറ, ചേർന്ന് പറ, ദഹിപ്പിക്കത്തില്ലെന്ന് പറ. മോനെ, ചെങ്കടലാണെങ്കിൽ വടിമതി, യോർദാനാണെങ്കിൽ പെട്ടകം മതി. പക്ഷെ 7 മടങ്ങ് തീയാണെങ്കിൽ ഞാൻ നേരെ ഇറങ്ങി വരും. നിന്റെ മുമ്പിലെ പ്രശ്നം ഒരു ചെങ്കടലാണെങ്കിൽ ഞാൻ ഇറങ്ങി വരണ്ട, നിന്റെ കയ്യിലെ വടി മതി. നിന്റെ മുമ്പിലെ പ്രശ്നം ഇളകുന്ന ഒരു യോർദാനാണെങ്കിൽ ഞാൻ വരണ്ട, പെട്ടകം മതി. പക്ഷേ പ്രശ്നം 7 മടങ്ങ് ചൂടാണെങ്കിൽ, ദഹിപ്പിക്കുന്ന പ്രശ്നമാണെങ്കിൽ, കരിക്കുന്ന പ്രവചനാത്മാവിൽ ജനത്തോട് ദൈവം പറയുന്നു, നിന്റെ തീ പോലെ ജ്വാല പോലെ നിൽക്കുന്ന വിഷയത്തിന് മുമ്പിൽ ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ സ്വർഗ്ഗം ഡയറക്റ്റ് ഇറങ്ങുന്നത്. നിങ്ങൾ ഈ വിടുതൽ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ ഈ ദൂത് പറയുമ്പോൾ വലിയ വിടുതൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. നീ റിസീവ് ചെയ്യാൻ തയ്യാറാണ്. 4-മൻ കൂടെയുണ്ട്. ഇട്ടവൻ പറയാൻ പോവുക, 3 പേരെയല്ലേ ഇട്ട്, എന്നിട്ട് 4 പേര് നടക്കുന്നു. 4-മൻ ദൈവദൂതന്റെ മുഖം പോലിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ വിഷയത്തിന് നടുവിൽ സ്വർഗ്ഗം ഇറങ്ങുന്ന പിതാക്കന്മാരുടെ വാക്ക്, ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായം 11-ാം വാക്യം വായിച്ചുള്ള വാക്കുകൾ നിർത്തുന്നു. 1 മുതൽ 13 വരെ വായിക്കേണ്ട. ഒന്ന് വായിച്ചിട്ട് നമുക്ക് സമയം തീരുകയാണല്ലോ. ഏത് പുസ്തകമാണല്ലോ? എബ്രായ ലേഖനം. നമ്മുടെ ഗുരുവാക്യം അവിടെയാണ്. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കും. ദൈവത്തിന്റെ വചനം ജീവൻ ചൈതന്യമുള്ളതായി ഇരുവായുധയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. അതിന്റെ ഒന്നോട്ടൊന്ന് വായിച്ചത്, 3-4 വാക്കിലൊക്കെ വായിച്ചത് സമയമില്ലെങ്കിലും അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം
സ്വസ്ഥം ശേഷിച്ചിരിക്കുകയാൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാം. ഇന്ന് രാത്രി ഇവിടെ വചനം കേട്ട നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ അതോടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ രാത്രി വചനം കേട്ട ആർക്കെങ്കിലും ആ സ്വസ്ഥത ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ വായിച്ചു നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്തുവാ പറഞ്ഞേ? എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യമാ വായിച്ചത്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് അവർക്കത് ഉപകാരമായി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കേട്ട വചനം വിശ്വസിക്കുന്ന എത്ര പേരുടെ വന്നിട്ടുണ്ട്? നിങ്ങൾ എന്നെ മറന്നേക്കണം കേട്ടോ. നിങ്ങൾക്കാരും കത്തെഴുതാനൊന്നും എനിക്ക് സമയമില്ല. എന്നാൽ നിങ്ങൾക്ക് എന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം. പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഉള്ളപ്പം വിളിച്ചോണം. കിട്ടുവാണെങ്കിൽ ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും. സ്തോത്രം. നിങ്ങളെ ഓർത്ത് ഞാനും എൻ്റെ സഭയിൽ പ്രാർത്ഥിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിച്ച് ഒന്നും പറയാനുള്ള സാവകാശം എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആ പാസം നന്ദിയില്ലാത്തതാണ് പറയുന്നത്. സ്തോത്രം. എന്നെ മറന്നേക്കണം, പക്ഷെ ദൂത് മറക്കണം. ഈ വചനം നിങ്ങൾ അയവിറക്കണം. ആ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിക്കണം. കാലേബ് ദൈവത്തോട് പറ്റി. അവന് മറ്റാർക്കുമില്ലാത്ത വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ? അവൻ ദൈവത്തോട് പറ്റി നിൽക്കുന്നവൻ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതുകൊണ്ട് അവൻ ആ വാഗ്ദത്തം ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ നിങ്ങൾക്ക് ആ വാഗ്ദത്തം ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ കേട്ട വചനം എന്ത് ചെയ്തോണം? വിശ്വാസമായി പരിണമിക്കണം. ഒന്നിട്ട് ഭാഗം വായിച്ചു വിട്ടോ ദൈവദാസനെ. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തെന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവർത്തിയിൽ നിന്ന് നിവൃത്തനായേ എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഇടശേഷിച്ചിരിക്കാനും മുൻപേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തെ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ഞാൻ ആ ഭാഗം രാത്രി ധ്യാനിക്കണം. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ എന്റെ കോപത്തിലാണ് ഇട്ട് പറഞ്ഞു. ദാവീദ് ആ കാര്യം പിന്നത്തേൽ ഓർപ്പിച്ചു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ശ്രദ്ധിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. ശ്രദ്ധിച്ചറിഞ്ഞു നോക്കിയേ. എന്റെ ജീവകാലത്തിൽ ഞാൻ ജീവനുള്ള ദൈവത്തെ ത്യജിക്കത്തില്ലെന്ന് പറഞ്ഞു. 2, ഞാൻ അവിശ്വാസം ഉപേക്ഷിക്കും. ഞാൻ വിശ്വാസമുള്ള വ്യക്തിയാണ്. 3, ഞാൻ മത്സരം ഉപേക്ഷിക്കും. മത്സരം ആഭിചാര ദോഷം പോലെ. മത്സരം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ആഭിചാരം. നമ്മളെ തീരുമാനം ഞാൻ എന്ത് ചെയ്യത്തില്ല? ദൈവത്തോട് മറുത്ത് എന്റെ ഹൃദയം ഞാൻ കഠിനപ്പെടുത്തത്തില്ല. ആനന്ദിപ്പിക്കാൻ അവസരം കിട്ടി ഞാൻ എന്ത് ചെയ്യും? ഒരു നല്ല ഹൃദയത്തിനോടമേ, കഠിനപ്പെടാത്ത ഹൃദയം. അത് പ്രാർത്ഥന കർത്താവേ, എന്റെ ഈ കല്ലായ ഹൃദയത്തെ മാറ്റി മാംസളമായ ഒരു ഹൃദയം തരാൻ പ്രാർത്ഥന. പണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരാള് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായി, വളരെ സീരിയസ് ആയി തോമാറ്റായി. അച്ഛന് ICU കിടക്കുക. അപ്പോൾ പുള്ളിയുടെ അയലോകത്തുള്ള അവറാച്ചാനുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുക, പിണക്ക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ICU നോക്കി ഇങ്ങനെ മിഷനറി ഇങ്ങനെ ലൈൻ വളഞ്ഞു പോയത് നേരെ ആയിക്കൊണ്ടിരിക്കുന്നു. പുള്ളി
പുള്ളിക്ക് മനസ്സിലായി ഞാൻ നേരെയാകാൻ പോവാൻ. അപ്പോൾ പുള്ളിക്കാരനെ മക്കളെ വിളിച്ച് പറഞ്ഞു, മോനെ 4 മണി കഴിഞ്ഞാൽ 15 മിനിറ്റ് കാണാമല്ലോ. ഞാൻ ആ ചെറിയ സ്ഥലത്തിൽ പറഞ്ഞു, മോനെ അവറാച്ചനെ വിളിച്ചു. ക്ഷമ പറഞ്ഞു, പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. അവറാച്ചൻ ദൈവത്തെ വിളിക്കുന്നു. അപ്പോൾ പിള്ളേർ ഓടിപ്പോയി പെട്ടെന്ന് അവറാച്ചനെ വിളിച്ചിട്ടുണ്ട്. അവറാച്ചൻ വന്ന് കയറി ഡോക്ടറെ പ്രത്യേക പെർമിഷൻ മേടിച്ച് സമയമില്ലാതെ കയറി അകത്ത് കയറി കണ്ട് ഈ പുള്ളിയെ കണ്ട പുള്ളി ലൈൻ നേരെയാവുക. അപ്പോൾ പുള്ളിക്കാരൻ കയ്യിലോട് പിടിച്ച് വെച്ച് 2 അന്യഭാഷയും പറഞ്ഞു, ഐസിവാൻ മറന്നുപോയി. 2 അന്യഭാഷയും പറഞ്ഞു, ഒരു കോറിയും പറഞ്ഞു, രക്തം ചെയ്യുമ്പോൾ പറഞ്ഞ് കൈ വെച്ചെത്തപ്പോഴാണ് ഈ പുള്ളി അങ്ങനെ പോയി. സ്വതന്ത്രം പുള്ളിക്കാരൻ ആ കയ്യെ പിടിച്ച് പറഞ്ഞു, അവറാച്ച നമ്മൾ 10-14 വർഷമായി വേണ്ടിയിട്ട് നീ എന്നോട് ഞാൻ കാണിച്ചില്ല, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. തമ്മിൽ അങ്ങ് ക്ഷമയായി നിരപ്പായി. സന്തോഷമായിട്ട് അവറാച്ച ഇറങ്ങി വാതൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരനോട് പറയാം, അപ്പച്ചോട് ജീവൻ വെച്ചു പറഞ്ഞു, ഞാൻ ഈ കൈക്ക് പോവാണെങ്കിൽ ഈ ക്ഷമ ഇറങ്ങി വന്നാൽ പഴയതുപോലെ. നമ്മൾ അങ്ങനെ ക്ഷമിക്കുന്ന പുള്ളികളോ. അപ്പൊ നിന്റെ ഹൃദയം എന്ത് ചെയ്തത് പറഞ്ഞേ, കഠിനപ്പെട്ടത്. അടുത്തത് ആദ്യ വിശ്വാസം ഞാൻ അവസാനത്തോളം മുറുകെ പിടിക്കും. ക്രിസ്തുവിൽ പങ്കാളികളായ എല്ലാവരെയും ഞാൻ അന്യോന്യം സ്നേഹിക്കും. നന്മ ചെയ്യാൻ കഴിഞ്ഞിരുന്ന് തിന്മ ചെയ്യത്തില്ല. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഞാൻ ഉത്സാഹിക്കും. നമ്മുടെ തീരുമാനം അല്ല, ഉത്സാഹിച്ചോണം. ഉത്സാഹിച്ചാലേ ഇവിടെ ചെല്ലത്തുള്ളൂ. ഇന്ന് രാത്രി കണ്ണടയ്ക്കുക, ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. എല്ലാവരും ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധാനം നമുക്കൊരു നിമിഷം എഴുന്നേക്കാം. പോകാൻ വേണ്ടിയല്ല, ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേക്കട്ടെ.